നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. എല്ലാ എംപിമാരും മത്സരിക്കട്ടെ എന്ന തീരുമാനം നടപ്പിലാകുമ്പോൾ കെ സുധാകരൻ വീണ്ടും കണ്ണൂരിലേക്ക്. ആലപ്പുഴ തിരിച്ചുപിടിക്കാൻ കെ.സി. വേണുഗോപാൽ. അതേസമയം വടക്കേ ഇന്ത്യയിൽ ആടി ഉലഞ്ഞിരുന്ന ഇന്ത്യ മുന്നണി സാവധാനം ഇപ്പോൾ തൽക്കാലം നിവർന്നിരിക്കുമ്പോൾ അതില്ലാതാക്കാൻ രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരില്ലെന്ന പ്രതീക്ഷയിൽ ഇടതുപക്ഷം. ബി.ജെ.പിയുമായി നേരിട്ട് ഏറ്റുമുട്ടാതെ ഇടതുപക്ഷത്തെ നേരിടാൻ രാഹുൽ വയനാട്ടിൽ വന്ന് ജയിച്ചത് ചോദ്യം ചെയ്തതിനേക്കാൾ ഇന്ത്യ മുന്നണിയുടെ പേര് പറഞ്ഞ് വരവ് തടയാൻ ഇത്തവണ LDFന് കഴിയുകയാണ്. തെക്കൻ ദൌത്യത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീണ്ടും കേരളത്തിലെത്തുമ്പോൾ വയനാട് ഉപേക്ഷിച്ച് സംസ്ഥാന കോൺഗ്രസിനെ വെട്ടിലാക്കുമോ രാഹുൽ ഗാന്ധി? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. രാഹുൽ വയനാട് ഉപേക്ഷിച്ചാൽ ഇന്ത്യ മുന്നണിക്ക് ഗുണമാകുമോ? പ്രൈം ഡിബേറ്റിൽ ബി.ജെ.പി വക്താവ് ശ്രീ യുവരാജ് ഗോകുൽ, കോൺഗ്രസ് വക്താവ് ശ്രീ ഹെൻറി ഓസ്റ്റിൻ, മാധ്യമപ്രവർത്തകൻ ശ്രീ ആനന്ദ് കൊച്ചുകുടി, CPM സഹയാത്രികൻ അഡ്വക്കേറ്റ് BN ഹസ്കർ എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ യുവരാജ് ഗോകുൽ, ഇത് ഇപ്പോൾ ഏകദേശം തീരുമാനമായി വന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ തവണ കണ്ടതാണ് 2019 അവിടെ വയനാട്ടിൽ UDFന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് ടി സിദ്ദിഖ് പ്രചാരണം തുടങ്ങിയിരുന്നു. അപ്പോഴാണ് രാഹുൽ ഗാന്ധി പൊടുന്നനെ വന്നത്. അതിനെയാണല്ലോ ഇടതുപക്ഷം ചോദ്യം ചെയ്തത്. ഇത്തവണ പക്ഷേ റായ് ബറേലിയിൽ സുരക്ഷിതനാണ് എന്നൊരു തോന്നൽ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം SP-യുമായി ഉത്തർപ്രദേശിൽ ബന്ധം സ്ഥാപിക്കുവാൻ കോൺഗ്രസിന് കഴിഞ്ഞു. അപ്പോൾ അഖിലേഷിന്റെ ഒരു ഉറപ്പ് അവിടെ നിൽക്കുകയാണ്. പിന്നെ മറ്റൊരു സീറ്റ് കൂടി തേടുകയാണെങ്കിൽ അത് കർണാടകത്തിലോ തെലങ്കാനയിലോ ആകാം. അങ്ങനെ വരുമ്പോൾ ഇന്ത്യ മുന്നണിയെ ദുർബലമാക്കുന്നു എന്ന പഴി കേൾക്കേണ്ടതില്ല. അതുകൊണ്ട് രാഹുൽ വയനാട്ടിൽ നിന്ന് പിന്മാറുന്നു. അല്ല, രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ സ്വന്തം സീറ്റ് അമേഠിയായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, വർഷങ്ങളായിട്ട് ഗാന്ധി കുടുംബത്തിന്റെ ഒപ്പം അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തിന്റെ ഒപ്പം നിലനിന്നിരുന്ന ഒരു സീറ്റായിരുന്നു. അത് സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ട് രാഹുൽ ഗാന്ധിക്ക് കൈമോശം വരുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ വർഷം ഉണ്ടായത്. അതിൻ്റെ ഒരു തുടക്കം 2014 തന്നെ അതിൻ്റെ സാധ്യതകൾ നമ്മൾ കണ്ടിരുന്നു. കഴിഞ്ഞ തവണ അവരെത്തിയപ്പോഴേക്കും അവർ കേരളത്തിലേക്ക് വരികയും വയനാട്ടിൽ മത്സരിക്കുകയും ചെയ്തു. വയനാട്ടിൽ അവർ മത്സരത്തിന് എത്തിയതോടുകൂടി തന്നെ ദേശീയ തലത്തിൽ തന്നെ രാഹുൽ ഗാന്ധി അപഹാസ്യനായി മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മളെല്ലാവരും കണ്ടത്. ദേശീയ തലത്തിൽ തന്നെ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും അത് വലിയ തിരിച്ചടി ഉണ്ടാക്കുകയുണ്ടായി. അപ്പോൾ ഇത് ഇന്ത്യ മുന്നണിയെ രക്ഷിക്കാനാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു മുന്നണി തൽക്കാലം നിലവിലില്ല എന്നുള്ളതാണ് അതിനകത്തൊരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. എവിടെയാണ് ഈ മുന്നണി നിലനിൽക്കുന്നത്? ബീഹാറിൽ ആ മുന്നണി ഉണ്ടാക്കിയ ആൾ നിതീഷ് കുമാറാണ്. ആ നിതീഷ് കുമാർ അത് വിട്ടുപോയി. RLD എന്ന് പറയുന്നൊരു പാർട്ടി ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു. ആ പാർട്ടി ഇന്ന് അവർക്കൊപ്പം ഇല്ല. അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിലും, പ്രബലമായ എല്ലാ സംസ്ഥാനങ്ങളിലും അവർ ഒന്നിനൊന്ന് വീക്കായിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു മുന്നണി നിലവിലില്ല. പിന്നെ ഇല്ലാത്തൊരു മുന്നണിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം വയനാട്ടിൽ നിന്ന് ഓടിപ്പോകുന്നു എന്നൊക്കെ പറയുന്നതിനകത്ത് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമുണ്ട്. രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നതുകൊണ്ട്, വയനാട്ടിൽ മത്സരിച്ചതുകൊണ്ട് അതിന്റെ പ്രയോജനം കിട്ടിയത് സംസ്ഥാന കോൺഗ്രസിനാണ്. ഈ 19 സീറ്റ് നേടിയെടുക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചത് രാഹുലിന്റെ വരവാണ്. അത് LDFും വിലയിരുത്തിയ ഒരു കാര്യമാണ്. അന്നും ചോദിച്ചിരുന്നു LDF എന്തുകൊണ്ട് ബി.ജെ.പിയുമായി നേരിട്ട് ഏറ്റുമുട്ടാൻ രാഹുൽ ഗാന്ധി തയ്യാറാകുന്നില്ല എന്ന്. പക്ഷേ ഇത്തവണ ആ ഒരു ചോദ്യം ഒഴിവാക്കുവാൻ എന്തായാലും രാഹുൽ ഗാന്ധി ശ്രമിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. ഇങ്ങനെയൊരു ഉറപ്പ് ഇന്ത്യ മുന്നണി ദുർബലമാകുമെന്ന് പറയുമ്പോഴും ഇതുവരെ അത് ആടിയുലഞ്ഞു നിൽക്കുകയായിരുന്നു. പക്ഷേ ഒരു ചെറിയൊരു ശ്വാസം കിട്ടിയിരിക്കുകയാണ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ. അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിയുമായുള്ള സഖ്യം വഴി ഡൽഹി പോലെയുള്ള സംസ്ഥാനങ്ങളിൽ അവിടെ ഒരുപാട് സീറ്റ് ഇല്ലെങ്കിൽ പോലും അങ്ങനെ ഒരു താൽക്കാലിക ആശ്വാസം ഇന്ത്യ മുന്നണിക്ക് കിട്ടിയിട്ടുണ്ട്. അത് സമ്മതിക്കേണ്ടി വരും. പക്ഷേ ഇത് ബി.ജെ.പി എന്ത് ചോദ്യം ഇത്തവണ ഉയർത്തും രാഹുൽ ഗാന്ധിക്ക് നേരെ? നേരിട്ട് ഏറ്റുമുട്ടാൻ ധൈര്യമുണ്ടോ എന്ന ചോദ്യം ഉയർത്താൻ പറ്റുമോ ഇത്തവണ? രണ്ടിടങ്ങളിലും ബി.ജെ.പിക്കെതിരെയാണ് മത്സരിക്കുന്നതെങ്കിൽ. മഞ്ജുഷ, രണ്ട് കാര്യം. ഒന്ന് ചെറിയ ശ്വാസം കിട്ടി എന്ന് പറഞ്ഞ വിഷയത്തിനെ കുറിച്ചിട്ട് ആദ്യം പറയാം. ആം ആദ്മി പാർട്ടിയുമായിട്ട് സഖ്യം ഉണ്ടാക്കി. 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ ഡൽഹിയിലെ 7 ലോക്സഭാ സീറ്റിലുമായിട്ടുള്ള വോട്ടിംഗ് ശതമാനം എന്ന് പറയുന്നത് 56%, 56% ആണ്. ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് നിന്നാൽ പോലും, ഇനി അവർ നോട്ടയെയും ബാക്കി എല്ലാ കക്ഷികളെയും കൂടി ഒരുമിച്ച് കൂട്ടിയാൽ പോലും 44% വരെ മാത്രമേ വരാൻ പോകുന്നുള്ളൂ. ഇതിപ്പോ നിലയില്ലാ കയത്തിൽ പെട്ടുപോയ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈകൂട്ടി പിടിക്കുന്നത് കൊണ്ട് രണ്ടുപേരും മുങ്ങും എന്നുള്ളതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ചൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇവിടെ ആർക്കും ശ്വാസമൊന്നും കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ 2 എന്ന് പറയുന്നത്, അദ്ദേഹം ബി.ജെ.പിയുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടാനാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സ്വാഗതം.
തീർച്ചയായിട്ടും അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഇനിയിപ്പോൾ കർണാടകയിലോ തെലങ്കാനയിലോ ഇനിയിപ്പോൾ തമിഴ്നാട്ടിലെ ഏതെങ്കിലും സീറ്റിലോ അദ്ദേഹത്തിന് സൗത്ത് ഇന്ത്യയാണ് സേഫ് എന്ന് തോന്നുന്നെങ്കിൽ അദ്ദേഹം സൗത്ത് ഇന്ത്യയിലേക്ക് വരട്ടെ. സൗത്ത് ഇന്ത്യയിൽ BJP-യുടെ ലോക്കൽ ലീഡേഴ്സുമായിട്ട് അദ്ദേഹം ഫൈറ്റ് ചെയ്യട്ടെ. അദ്ദേഹത്തിന് അവിടെയും അദ്ദേഹം പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അതോടുകൂടി രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആള് ഈ കുറെ കാലങ്ങളായിട്ട് ഞാൻ 2004, 2005 മുതൽ ഈ രാഹുൽ ഗാന്ധി കമ്മിങ് ഓഫ് ഏജ് എന്നും പറഞ്ഞിട്ട് വായിച്ചുകൊണ്ടിരിക്കുകയാണ് വിവിധ ആർട്ടിക്കിളുകൾ. എല്ലാ 2 വർഷം കൂടുമ്പോൾ 3 വർഷം കൂടുമ്പോൾ രാഹുൽ ഗാന്ധി ഹാസ് കെയിം ഓഫ് ഏജ് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് പക്വത വന്നു, അദ്ദേഹത്തിന്റെ നേതാവായി മാറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിൾസ് കാലങ്ങളായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണ തെലങ്കാനയിലോ കർണാടകയിലോ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ബേക്കറി ഉള്ള ഒരു സ്ഥലം നോക്കി അദ്ദേഹം പോയി മത്സരിക്കട്ടെ. അവിടുത്തെ മുട്ട പപ്സ് അദ്ദേഹം കഴിക്കട്ടെ, അവിടുത്തെ പരിപ്പ് വടയും ചായയൊക്കെ കുടിക്കട്ടെ. അദ്ദേഹം അതിൻ്റെ ഫുഡ് വ്ളോഗിങ്ങോ റിവ്യൂയിങ്ങോ എന്താണെന്ന് വെച്ചാൽ ആ ഭാഗത്ത് നടത്തട്ടെ. അദ്ദേഹത്തിന് BJP ആയിട്ട് അദ്ദേഹം നേരിട്ട് ഫൈറ്റ് ചെയ്യട്ടെ. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന രാഷ്ട്രീയപരമായ സർക്കസുകൾ ഇതോടുകൂടി നിൽക്കുമല്ലോ. അത് മാത്രമാണ് സംഭവിക്കാൻ പോകുന്നത്. അല്ലാതെ മറ്റൊന്നും തന്നെ ഈ പറയുന്ന 2024 തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട് ഉദിക്കുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, BJP-യെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി എവിടെ മത്സരിക്കുന്നു എവിടെ മത്സരിക്കുന്നില്ല എന്നുള്ളതൊരു വിഷയമേ അല്ല. BJP-യെ സംബന്ധിച്ച് BJP-യുടെ കാൻഡിഡേറ്റുകൾ എവിടെ മത്സരിക്കുന്നു, 370 സീറ്റുകൾ BJP-ക്ക് എങ്ങനെ ജയിക്കാൻ കഴിയും എന്നുള്ളത് മാത്രമാണ് BJP-യുടെ വിഷയം. അല്ലാണ്ട് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നുണ്ടോ, പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നുണ്ടോ, സോണിയാഗാന്ധി രാജ്യസഭയിലേക്കാണോ പോകുന്നത്, ഒന്നും BJP-യുടെ വിഷയമല്ല. ശരി, ശ്രീ ഹെൻറി ഓസ്റ്റിൻ, സംസ്ഥാന കോൺഗ്രസിനെ വെട്ടിലാക്കുകയാണ് രാഹുൽ എന്ന് തോന്നുന്നു കേട്ടോ. കാരണം അദ്ദേഹം വയനാട്ടിൽ മത്സരിച്ചില്ല എങ്കിൽ ഈ 2019 പോലെ ഒരു തൂത്തുവാരൽ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിൽക്കുന്നില്ല എന്നൊരു തീരുമാനത്തിലേക്ക് വരികയാണ്. അപ്പോൾ അത് വെട്ടിലാക്കുന്ന സംസ്ഥാന കോൺഗ്രസിനെയാണ്. മഞ്ജുഷ്, ഇതൊരു വാർത്ത മാത്രമായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. കാര്യം പാർട്ടിയിൽ നിന്ന് ഔദ്യോഗികമായിട്ട് ഇത്തരത്തിലൊരു തീരുമാനം പുറത്തു വന്നിട്ടില്ല. സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ കാര്യങ്ങളിലെ ചർച്ചകൾ നടക്കുന്നു. പാർട്ടി ഔദ്യോഗികമായിട്ട് അത് പുറത്തു വരുമ്പോഴാണ് നമുക്ക് സ്ഥിരീകരിച്ച് പറയാൻ പറ്റും. ഇതൊരു CNN ഇന്ന് പുറത്തുവിട്ടിരിക്കുന്ന ഒരു വാർത്ത, പല സ്രോതസ്സുകളിൽ നിന്ന് അവർ പുറത്തുവിട്ടിരിക്കുന്ന ഒരു വാർത്തയാണല്ലോ. അപ്പൊ അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ കാണാനേ കഴിയുള്ളൂ. കാരണം ഒരു ഫൈനലായിട്ടൊരു തീരുമാനം വരുമ്പോൾ മാത്രമാണ് ഒഫീഷ്യലായിട്ട് അതിനെപ്പറ്റി നമുക്ക് കമന്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. രാഹുൽ ഗാന്ധി തീർച്ചയായിട്ടും വയനാട് തന്നെ മത്സരിക്കുമെന്നാണ് ഇതേവരെയുള്ള സംസ്ഥാന കോൺഗ്രസിന്റെ വിലയിരുത്തൽ. അതിനുള്ള സാധ്യത, അദ്ദേഹം സജീവമായിട്ട് മണ്ഡലത്തിലുണ്ട്, അവിടുത്തെ കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിലും അവിടെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഞങ്ങളെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി വയനാട്ടിൽ തന്നെ മത്സരിക്കുമെന്നാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട്. പിന്നെ ഈ വാർത്തകളിൽ വരുന്നത് തെലങ്കാനയിലോ കർണാടകത്തിലോ മത്സരിക്കാം, രണ്ടാമതൊരു സ്ഥലം UP-യിലെ റായ്ബറയിൽ മത്സരിക്കാം എന്നതാണ് വാർത്ത വന്നത്. അപ്പൊ അതില് പൊതുവായിട്ടുള്ള ചർച്ചയിൽ പറഞ്ഞു വരുന്ന കാര്യം, സൗത്ത് ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിലെ രാഹുൽ മത്സരിക്കണം എന്നൊരു പൊതു ആവശ്യം സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമുണ്ട്. കർണാടകത്തിൽ നിന്നും അതേപോലെ തന്നെ തെലങ്കാനയിൽ നിന്നും. അവിടെ രണ്ടിടത്തും ഇപ്പോ കോൺഗ്രസിന്റെ ഭരണമായതുകൊണ്ട് തന്നെ അവിടുത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കൂടുതൽ ഊർജ്ജം പകരാനായിട്ട് അവിടെ ഒരു സീറ്റിൽ നിന്ന് രാഹുൽ മത്സരിക്കണമെന്ന ആവശ്യം സംസ്ഥാന ഘടകങ്ങളിൽ. പക്ഷേ കർണാടകം എന്ന് പറയുന്നത് സേഫായ ഒരു സ്ഥലമല്ല. കഴിഞ്ഞ തവണ സംഭവിച്ചതാണല്ലോ, ഒരൊറ്റ സീറ്റിൽ ജയിക്കുവാൻ മാത്രമേ കോൺഗ്രസിന് 2019 കർണാടകത്തിൽ കഴിഞ്ഞിട്ടുള്ളൂ. അങ്ങനെ വരികയാണെങ്കിൽ ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവ് നൽകുന്ന പോലെയുള്ള ഒരു ഉറപ്പ് കർണാടകത്തിൽ ആർക്കും നൽകുവാൻ കഴിയില്ല. കേരളത്തിലെ വയനാട്ടിൽ കിട്ടുന്ന ഒരു ഉറപ്പ് കർണാടകത്തിൽ കിട്ടില്ല. മഞ്ജുഷ്, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതായത് സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധിക്ക് സൗത്ത് ഇന്ത്യയില് ഒരു ഇക്വിറ്റി ഉണ്ട്. അത് കേരളത്തിൽ അദ്ദേഹം മത്സരിച്ചപ്പോൾ അതിന്റെ ഇഫക്റ്റ്, റിപ്പിൾ എഫക്ട് സ്റ്റേറ്റിലെ റിസൾട്ട് കണ്ടു എന്നുള്ള കാര്യം ഇപ്പൊ താങ്കൾ തന്നെ സൂചിപ്പിച്ചാണല്ലോ. ഇപ്പോ ഭാരത് ജോഡോ യാത്ര കടന്നുപോയ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ്, അതിനുശേഷമാണ് കർണാടകത്തിൽ തെരഞ്ഞെടുപ്പ് വലിയൊരു വിജയം കോൺഗ്രസിന് ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. അപ്പൊ രാഹുൽ ഗാന്ധിക്ക് ഒരു പേഴ്സണൽ ഇക്വിറ്റി ഈ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ നിസ്തർക്കമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ കർണാടകത്തിലാണെങ്കിലും തെലങ്കാനയിലാണെങ്കിലും അദ്ദേഹം അവിടെ ഒരു സീറ്റിൽ നിന്ന് മത്സരിക്കണം എന്ന് പ്രാദേശികമായിട്ടുള്ള സ്റ്റേറ്റിന്റെ ഘടകങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. ഇപ്പോ കർണാടകത്തിൽ അദ്ദേഹം മത്സരിക്കും. ഇപ്പൊ 19 സീറ്റ് കർണാടകത്തിലുണ്ട്. 19 സീറ്റുള്ള ഒരു സ്റ്റേറ്റിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ കഴിഞ്ഞ രാഷ്ട്രത്തിന് വിഭിന്നമായി കുറെ കൂടി ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള ഒരു പിക്ചറിൽ നിന്നാണ് അത്ര ഒരു ആവശ്യം മുന്നോട്ട് വരുന്നത്. പക്ഷെ ഇതിനെപ്പറ്റി ഒരു അന്തിമമായ തീരുമാനം എടുക്കേണ്ടത് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയാണ്. അവർ ആ സ്ക്രീനിംഗ് കമ്മിറ്റി അതിനെപ്പറ്റി ഒരു തീരുമാനം എടുത്ത് ഔദ്യോഗികമായ സ്ഥിരീകരണം നൽകുമ്പോൾ മാത്രമേ, അതർവൈസ് സ്പെക്കുലേഷൻ. ആനന്ദ് കൊച്ചുകൂടി, ഇത് വെറും സ്പെക്കുലേഷൻ ആണോ? ഇത് വെറും ഒരു സ്പെക്കുലേഷൻ ആണോ? കാരണം രാഹുൽ ഗാന്ധിക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചില സാഹചര്യങ്ങളിലെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടല്ലോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉത്തർപ്രദേശിൽ വന്നിരിക്കുന്ന മാറ്റമാണ്. പക്ഷേ അതൊരു ജയത്തിലേക്ക് പോകും എന്നുള്ള ഉറപ്പ് നേടിയെടുക്കുവാൻ കഴിയുമോ? ഒറ്റ സീറ്റിൽ മാത്രം മത്സരിച്ചാൽ മതി, അത് റായ്ബറേലി മതി എന്നൊരു തീരുമാനത്തിലേക്ക് പോകുന്നത് മണ്ടത്തരമായി മാറുമോ? റായ്ബറേലി കൂടാതെ സൗത്ത് ഇന്ത്യയിലെ ഒരു സീറ്റിൽ കൂടി മത്സരിക്കണമെങ്കിൽ അത് വയനാട് തന്നെ ആയാൽ
അത് കഴിഞ്ഞ തവണ ഇടതുപക്ഷം ചോദ്യം ചെയ്തതുപോലെ ഇത്തവണ ഇന്ത്യ മുന്നണിയെ ദുർബലമാക്കുന്ന രീതിയിലുള്ള ഒരു വരവ് എന്ന രീതിയിൽ അത് ഈ ഉള്ള സ്ഥലങ്ങളിൽ ഇന്ത്യ മുന്നണി കെട്ടുറപ്പോട് കൂടിയുള്ള ഏതാനും സ്ഥലങ്ങളിൽ പോലും ബാധിക്കുമോ? അങ്ങനെ ഒരു ആശങ്ക കോൺഗ്രസ് നേതൃത്വത്തിനുണ്ടോ? അങ്ങനെ വരികയാണെങ്കിൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധി വരില്ലല്ലോ, ഇതൊരു സ്പെക്കുലേഷൻ ആവുകയില്ലല്ലോ. അല്ല, അതിലെ മഞ്ജുഷ എനിക്ക് പറയാനുള്ളത്, ആനന്ദിലേക്ക് പോവുകയാണ്. ആനന്ദ് താങ്കളോടാണ് ചോദ്യം. ആനന്ദ് അല്ല, ഈ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചാലും പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല. ഇപ്പോൾ CPM-ഉം അതുപോലെ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന അതൊരു മുന്നണിയാണോ എന്ന് ചോദിച്ചാൽ ഈ കടലാസിൽ മുന്നണിയാണ്, ഓൺ പേപ്പർ അതൊരു മുന്നണിയാണ്. പക്ഷേ അതിൽ ഏതൊക്കെ പാർട്ടികൾ ഉണ്ട് ഇല്ല, അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് പോലെയുള്ള പാർട്ടികൾ ഇപ്പോഴും കയ്യാലപ്പുറത്താണ്. ആ മുന്നണിയുടെ ഒരു എത്ര സീറ്റുകളിൽ അത് മുന്നണിയായിട്ട് മത്സരിക്കും എന്ന് തുടങ്ങിയുള്ള കാര്യങ്ങൾ ഇപ്പോഴും നമുക്കറിയില്ല. അതിൻ്റെ ആ മുന്നണി ഫോം ചെയ്ത് വരുന്നേ ഉള്ളൂ. അതിനിടയ്ക്ക് നിതീഷ് കുമാറിനെയും ജയന്ത് ചൗധരിയെയും പോലെയുള്ള നേതാക്കളുടെ പാർട്ടികൾ, ജനതാദൾ യുണൈറ്റഡും RLDയും ബീഹാറിലും ഉത്തർപ്രദേശിലും ഈ മുന്നണിയുടെ പുറത്തേക്ക് പോയിട്ടുമുണ്ട്. അപ്പോൾ വയനാട്ടിൽ വന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കുക എന്ന് വെച്ചാൽ ആ കഴിഞ്ഞ തവണ ഉണ്ടായ ആ നോവൽറ്റി ഫാക്ടർ, ആ ഒരു പുതുമ, ആ ഒരു പെട്ടെന്ന് ഒരു ഹൈപ്പ് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യം, അത് ഇത്തവണ ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഇതിൻ്റെ അകത്ത് നമ്മുടെ ഈ രാഷ്ട്രീയത്തിൽ പല കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ്. ഇതുപോലെ ഹൈപ്പ് ഉണ്ടാക്കുക, ന്യൂസ് ഉണ്ടാക്കുക, വാർത്ത ഉണ്ടാക്കുക, അതിൻ്റെ PR സാധ്യതകൾ. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇവിടെ വയനാട് വന്ന് മത്സരിച്ചപ്പോൾ BJP-ക്കാർ ഉത്തർപ്രദേശിലാണ് അത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത്. അവിടെ മുസ്ലിം മജോറിറ്റി ഉള്ള ഒരു മണ്ഡലത്തിൽ വന്ന് മത്സരിച്ചു എന്നും പറഞ്ഞ്. ശരിക്കും അവിടെ മുസ്ലിം മജോറിറ്റി അല്ല, 48-49% അവിടുത്തെ മുസ്ലിം പോപ്പുലേഷൻ ഔദ്യോഗികമായിട്ട്. പക്ഷേ മുസ്ലിം മെജോറിറ്റി എന്ന് പറഞ്ഞപ്പോൾ അത് അങ്ങനെ പ്രചരിപ്പിച്ചു. അതിനുശേഷം അവിടുത്തെ മുസ്ലിം ലീഗിൻ്റെ കൊടി പാകിസ്ഥാൻ കൊടി എന്ന് പറഞ്ഞും, പിന്നെ ലീഗ് എന്ന പാർട്ടി അത് ജിന്നയുടെ ലീഗ് എന്ന തരത്തിലൊക്കെ വിവിധ തരത്തിൽ BJP അത് ഉപയോഗിച്ചു. കോൺഗ്രസ് ഇവിടെ കേരളത്തിൽ അത് ഉപയോഗിച്ചു. ഇവിടെ CPM-നാണ് ഏറ്റവും കൂടുതൽ അതുകൊണ്ട് നഷ്ടമുണ്ടായത്. CPM അത് പറഞ്ഞ് കുറേ നാൾ കരഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കാര്യത്തിൽ ഇപ്പോഴത്തെ മാറ്റം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, രാഹുൽ ഗാന്ധിയുടെ ഇപ്പോൾ ഉത്തർപ്രദേശിൽ മത്സരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കാരണം അവിടെ ഇപ്പോൾ സമാജ്വാദി പാർട്ടിയുമായിട്ട് ഒരു സഖ്യമുണ്ടായി. കഴിഞ്ഞ തവണ ഉത്തർപ്രദേശിൽ സഖ്യമായിട്ടല്ല കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ബഹുജൻ സമാജ് പാർട്ടിയും ഒക്കെ മത്സരിച്ചത്. അവിടെ സമാജ്വാദി പാർട്ടിയും ബഹുജൻ സമാജ് പാർട്ടിയും മായാവതിയുടെ പാർട്ടിയും തമ്മിൽ ഒരു സഖ്യമുണ്ടായിരുന്നു. പക്ഷേ കോൺഗ്രസ് ആ സഖ്യത്തിൻ്റെ ഭാഗമല്ലായിരുന്നു. എങ്കിൽ പോലും റായ്ബറേലിയിലും അമേഠിയിലും ഈ അഖിലേഷ് യാദവിൻ്റെ പാർട്ടിയും ബഹുജൻ സമാജ് പാർട്ടിയും ഒന്നും സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല. എന്നിട്ട് പോലും രാഹുൽ ഗാന്ധി അവിടെ കഴിഞ്ഞ തവണ സ്മൃതി ഇറാനിയോട് അമേഠിയിൽ തോറ്റു. റായ്ബറേലിയിൽ സോണിയാഗാന്ധി ജയിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ ആദ്യം സമാജ്വാദി പാർട്ടിയുമായിട്ട് സഖ്യം പോലും ഉണ്ടാകില്ല എന്നുള്ള ആ ഒരു സാഹചര്യം മാറിയിട്ടുണ്ട്. അവിടെ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും കൂടി ഒത്താൽ അല്ലെങ്കിൽ ഒന്നിച്ചാൽ അതിന് BSPയും സമാജ്വാദി പാർട്ടിയും കൂടി ഒന്നിക്കുന്നതിനേക്കാൾ പൊട്ടൻസി, അതിനുള്ള ശക്തിയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ് ഒരു നാഷണൽ പാർട്ടി, മുസ്ലിം വോട്ടുകൾ ഭിന്നിക്കില്ല എന്ന് തുടങ്ങി കുറച്ച് കാരണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്നാലും അവിടെ ജയിക്കണം എന്ന് വെച്ചാൽ കൂടുതൽ സീറ്റുകൾ ജയിക്കണമെന്നില്ല. പക്ഷേ അമേഠിയും റായ്ബറേലിയും പോലുള്ള സീറ്റുകൾ ജയിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ അമേഠിയിൽ സ്മൃതി ഇറാനി കുറേ അവിടെ ഭയങ്കര പോപ്പുലർ ആണെന്നൊക്കെ കുറേ പേര് അവിടെയും ഇവിടെയും ദേശീയ മാധ്യമങ്ങളിൽ ഇവിടെ ഇരുന്നൊക്കെ പറയും. പക്ഷേ അവിടെ ഇപ്പോഴും കോൺഗ്രസിന് വേണമെങ്കിൽ സാധ്യതയുണ്ട്. ഇപ്പോൾ അമേഠിയിൽ നിന്ന് രാഹുൽ ഗാന്ധി റായ്ബറേലിയിലേക്ക് മാറിയാൽ അത് തന്നെ ഒരു മണ്ടത്തരാവും. പക്ഷേ ഈ കോൺഗ്രസിൻ്റെ ഈ രാഹുൽ ഗാന്ധിയുടെ ഉപദേശവൃന്ദമുണ്ടല്ലോ, ആ കൂടെ നടക്കുന്ന മണ്ടന്മാരെപ്പോഴും രാഹുൽ ഗാന്ധിയെ ഏറ്റവും സേഫായിട്ടുള്ള കാര്യം ചെയ്യാൻ പറഞ്ഞ് പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ട്. ഞാൻ KC വേണുഗോപാലിനെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, അല്ലാത്ത ആൾക്കാരുമുണ്ട്. അപ്പോൾ അവരെപ്പോഴും രാഹുൽ ഗാന്ധിയെ കോട്ടൺ ബോൾ ചെയ്യുന്നൊരു ആൾക്കാരാണ്. അതായത് നിങ്ങൾ ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യം ചെയ്യും. അതാണ് ഈ അമേഠിയിൽ നിന്ന് റായ്ബറേലിയിലേക്ക് മാറിയാൽ അവിടെ എന്താണ്, നമ്മളിപ്പോൾ ആ വോട്ടർമാരുടെ ഒരു ഇത് നോക്കിയാൽ, ഘടന നോക്കിയാൽ റായ്ബറേലിയിൽ മുസ്ലിം വോട്ടർമാരുടെ എണ്ണം കാര്യമായിട്ട് കൂടുതലുണ്ട് അമേഠിനേക്കാൾ. പക്ഷേ അമേഠിയാണ് കോൺഗ്രസിൻ്റെ ട്രഡീഷണൽ സ്ട്രോങ് ഹോൾഡ്. 99 വരെ അവിടെ ആദ്യം സോണിയാഗാന്ധി 99-ൽ മത്സരിച്ച മണ്ഡലം അമേഠി തന്നെയാണ്. 2004-ൽ രാഹുൽ ഗാന്ധിക്ക് അത് ഒഴിഞ്ഞു കൊടുത്തതാണ്. റായ്ബറേലിയിലും ഇന്ദിരാഗാന്ധിയൊക്കെ മത്സരിച്ച സീറ്റാണ്. എങ്കിൽ പോലും അമേഠിയാണ് കുറച്ചുകൂടി ആ ട്രഡീഷണൽ സീറ്റ് എന്ന് പറയാവുന്ന ഒരു സീറ്റ്.
അവിടെ രാഹുൽ ഗാന്ധി സ്മൃതി ഇറാനിയെ പേടിച്ചിനി റായ്ബറേലിയിൽ പോയി മത്സരിക്കുക, അത് തന്നെ ഒരു PR ഡിസാസ്റ്റർ അല്ലേ? ഈ കൂടെ നടക്കുന്ന മണ്ടന്മാർക്ക് ഇപ്പോൾ അത് മനസ്സിലാകില്ല. പിന്നെ ഇപ്പോൾ ഈ വയനാട്ടിലേക്ക് വന്നാൽ, വയനാട് ഉപേക്ഷിച്ചിപ്പോൾ കർണാടകത്തിലേക്ക് പോയാൽ മഞ്ജുഷ എന്നെ ചൂണ്ടിക്കാണിച്ചു, കഴിഞ്ഞ തവണ അവിടെ BJPക്ക് 50% കൂടുതൽ വോട്ട് കിട്ടി. അന്ന് കോൺഗ്രസും ജനതാദൾ സെക്യുലർ, ഗൗഡയുടെ പേരിൽ മാത്രം സെക്യുലർ ആയിട്ടുള്ള പാർട്ടിയും കോൺഗ്രസും കൂടി ഒന്നിച്ചാണ് മത്സരിച്ചത്. എന്നിട്ട് കോൺഗ്രസിന് ആകെ കിട്ടിയത് DK സുരേഷിന് ഒരു സീറ്റ് മാത്രമാണ്. ഇനിയിപ്പോൾ തമിഴ്നാട്ടിലെ കന്യാകുമാരിയിലോ തെലങ്കാനയിൽ നല്ലൊരു സാധ്യതയുണ്ട്. അവിടെ ഇപ്പോൾ ഒരു പുതിയ സർക്കാർ, ആ സർക്കാരിൻ്റെ ഹണിമൂൺ പീരീഡാണ്, 3 മാസമായിട്ടേ ഉള്ളൂ. ആ സർക്കാർ വന്നിട്ട് രേവന്ത് റെഡ്ഡിയുടെ സർക്കാർ, അവിടെ വേണമെങ്കിൽ കോൺഗ്രസിന് പണ്ട് ഇന്ദിരാഗാന്ധി മത്സരിച്ച മേഡക് സീറ്റ് പോലെയുള്ള സീറ്റുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു സാധ്യതയുണ്ട്. പക്ഷേ കർണാടകത്തിൽ ഇപ്പോൾ ചിക്മഗല്ലൂരോ ഏത് സീറ്റ് മത്സരിച്ചാലും അത് ജയിക്കാൻ ഉറപ്പുള്ള സീറ്റുമൊന്നും ഇല്ല. വയനാട് വിടാനായിട്ട് ഉപദേശിക്കുകയില്ലല്ലോ എന്തായാലും. സേഫ്റ്റി അല്ല, ഉപദേശിക്കുന്ന ആൾക്കാരുടെ കാര്യം എനിക്കറിയില്ല. കാരണം അവർ ഈ ഇത്രയും മണ്ടന്മാരായതുകൊണ്ട് നമുക്ക് സെക്കൻഡ് ഗസ് ചെയ്യാൻ എളുപ്പമല്ല. അവരെപ്പോഴും നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ മണ്ടത്തരമായിട്ടുള്ള കാര്യങ്ങളെ അവരെപ്പോഴും അവസാനം ചെയ്യുള്ളൂ. അപ്പോൾ അവരുടെ ബുദ്ധി നമുക്ക് അളക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഏറ്റവും സേഫ് ആയിട്ടുള്ള, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള, ഏറ്റവും മണ്ടത്തരം പിടിച്ച കാര്യങ്ങളാണ് അവരെപ്പോഴും ഈ ഗാന്ധിമാരെ കൊണ്ടും രാഹുൽ ഗാന്ധിയെ കൊണ്ടും പ്രത്യേകിച്ചും എടുപ്പിക്കുന്നത്. അപ്പോൾ അത് കാരണം വയനാടിൻ്റെ കാര്യം എനിക്കറിയില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ KC ആലപ്പുഴ വന്ന് മത്സരിക്കുകയാണെങ്കിൽ ഇവിടെ കേരളത്തിൽ കോൺഗ്രസിന് ഒരു മുസ്ലിം നാമധാരി സ്ഥാനാർത്ഥി ഉണ്ടാകില്ല. അതെന്ത് ആലോചിച്ച് നോക്കി, എന്തൊരു ഡിസാസ്റ്ററാണ്. ഇവിടെ മുസ്ലിം ലീഗ് സീറ്റ് കൂടുതൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. കുറേ ഇസ്ലാമിക സംഘടനകൾ അതിൻ്റെ പേരിൽ പലതരത്തിലുള്ള പ്രചാരണങ്ങൾ അഴിച്ചു വിടുന്നു. ഇവിടെ ഇപ്പോഴും കോൺഗ്രസിന് കൂടുതൽ മുസ്ലിങ്ങളുടെ വോട്ട് കോൺഗ്രസിനാണ് കൂടുതൽ കിട്ടുന്നത് CPM-നേക്കാൾ. കേരളത്തിൽ ഇപ്പോഴും മലബാറിൽ ഉൾപ്പെടെ ഇങ്ങോട്ടാണെങ്കിലും തെക്കോട്ടാണെങ്കിലും ആ ഒരു കാര്യം പോലും കോൺഗ്രസിന് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഇങ്ങനെ ഒരു ഇത് വന്നാൽ. അപ്പോൾ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മാറിയാൽ അവിടെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്താൻ പറ്റും. അങ്ങനെ ഏത് മുസ്ലിം സ്ഥാനാർത്ഥിയാണെന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ള സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ട് വേണമെങ്കിൽ കോൺഗ്രസിന്. അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തി ജയിപ്പിച്ചാൽ അതൊരു കാര്യം, ഒരു പ്ലസ് പോയിന്റ് ആയിരിക്കും കോൺഗ്രസിന്. പ്രത്യേകിച്ചും ആലപ്പുഴയിൽ ആ സീറ്റ് KC വന്ന് മത്സരിച്ചാൽ അത് വീണ്ടെടുക്കാൻ പറ്റും. അങ്ങനെ ഒരു സാധ്യതയുണ്ട്. രാഹുൽ ഗാന്ധിയെ വേണമെങ്കിൽ തെലങ്കാനയിലോ തമിഴ്നാട്ടിലോ കന്യാകുമാരിയിലോ ഒക്കെ നിർത്തി അത് ഒരു സീറ്റായിട്ട്, അത് ഒരു സേഫ് സീറ്റായിട്ട് പരിഗണിക്കുകയും അമേഠിയിൽ തന്നെ വീണ്ടും അദ്ദേഹം മത്സരിച്ചാൽ ജയിക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. ജയിക്കാൻ നല്ല സാധ്യതയുണ്ട് അവിടെ. കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തിന് തലക്കടിയേറ്റ സ്ഥിതിയായി പോയിരുന്നു രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിച്ചത്. ആ പേര് പറഞ്ഞ് ക്യാമ്പയിൻ നടത്തി, പക്ഷേ എന്നാലും വിജയം കണ്ടില്ല. ഒരു സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നു. അത് രാഹുൽ കാരണമാണെന്ന് നിങ്ങൾ വിലയിരുത്തുകയും ചെയ്തതാണ്. ഇത്തവണ പക്ഷേ ഇന്ത്യ മുന്നണി അതിൻ്റെ പേര് പറഞ്ഞ് രാഹുലിനെ തടയുവാനുള്ള ഒരു സാഹചര്യം വന്നിട്ടുണ്ടല്ലോ. ഇപ്പോൾ രാഹുൽ മത്സരിക്കുന്നില്ല, രാഹുൽ വയനാട്ടിലേക്ക് വരുന്നില്ല എന്നാണ് ഏറ്റവും ഒടുവിലത്തെ ചർച്ചകൾ വരുന്നത്. അന്തിമ തീരുമാനമായിട്ടില്ല, അത് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഉണ്ടാകും. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യം നിങ്ങൾക്ക് അനുകൂലമാണ്. ഈ രാഹുൽ വരാത്തത് കൊണ്ടുണ്ടായ എന്തെങ്കിലും ഫേവർ കിട്ടാനുണ്ട്, എന്തെങ്കിലും ഒരു ഗുണമുണ്ടാവുകയാണെങ്കിൽ. വയനാടിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. വയനാട് എന്നുള്ളത് UDF മണ്ഡലമാണ്. അത് രാഹുൽ അല്ല, മറ്റാര് മത്സരിച്ചാലും അത് UDF-ന് തന്നെയാണ് അവിടെ അഡ്വാൻറ്റേജ്. മഞ്ജുഷേ, ഇതിൽ കാണേണ്ടത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വന്നിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം 2 വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിന്ന് ഇടതുപക്ഷത്തിന് എതിരായിരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. ഒന്ന്, ശബരിമല വിഷയം കേരളത്തിൽ കത്തി നിൽക്കുന്ന കാലത്താണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരികയും അത് വിശ്വാസ സമൂഹത്തിന്റെ ആകമാനമുള്ള ഒരു എതിർപ്പ് ക്ഷണിച്ചു വരുത്തുകയും ഇടതുപക്ഷത്തിന് അത് എതിരായി തീരുകയും ചെയ്തു എന്നുള്ളതൊരു വസ്തുതയാണ്. 2, രാഹുൽ ഗാന്ധിയെ പോലൊരു നേതാവ് ഇന്ത്യയുടെ ഏറ്റവും ശുഭാപ്തി വിശ്വാസം പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു നേതാവ് എന്ന നിലയിൽ കേരളത്തിൽ മത്സരിച്ചപ്പോ സ്വാഭാവികമായി കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ ജനങ്ങളും രാഹുലിന് അനുകൂലമായി ചിന്തിക്കുകയും അങ്ങനെ രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായി ചിന്തിച്ചതിനെ തുടർന്ന് കേരളത്തിൽ 19 സീറ്റ് UDF-ന് അനുകൂലമായി മാറുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. എന്നാൽ സ്ഥിതി ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതി വ്യത്യസ്തമാണ്. സംസ്ഥാന ഗവൺമെന്റിന്റെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്ന ഒരു കാലഘട്ടം. 2, ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു മതേതര സഖ്യം ഉണ്ടാവേണ്ടതിന്റെ ആവശ്യകത പൊതുവെ ഇടതുപക്ഷ മനസ്സ് സൂക്ഷിക്കുന്ന കേരളത്തിലെ ജനങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത്. 2, ന്യൂനപക്ഷങ്ങൾക്കിടയിലുള്ള മൂന്നാമത്തെ ഏറ്റവും ഭീതികരമായിട്ടുള്ള ഒരു സാഹചര്യം ന്യൂനപക്ഷങ്ങൾക്കിടയിലുണ്ട്. ഈ 3 സാഹചര്യങ്ങളും ഇടതുപക്ഷത്തിന് അനുകൂലമായി ടാപ്പ് ചെയ്യപ്പെടാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ സംജാതമായിരിക്കുന്നത്. മാത്രമല്ല കേരളത്തിലെ
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 19-20 സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു കഴിയുന്ന സാഹചര്യത്തിലും ആരൊക്കെയാണ് സ്ഥാനാർത്ഥികളെന്ന ഒരു നിലപാടുകൾ അറിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും ആ സ്ഥാനാർത്ഥികളുടെ വ്യക്തിപ്രഭാവം ഒരു പ്രധാന ഘടകം. അല്ല, അങ്ങനെയാണെങ്കിൽ അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, സംസ്ഥാന സർക്കാരിന് അനുകൂലമായിട്ടൊരു സാഹചര്യം എന്ന് താങ്കൾ പറയുന്നു. ഈ മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷത്തെ ജനങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നു എന്ന് പറയുന്നു. കാൻഡിഡേറ്റ്സ്, നിങ്ങളുടെ സ്ഥാനാർത്ഥികൾ മികച്ചവരാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ രാഹുൽ വയനാട്ടിൽ വന്ന് മത്സരിക്കട്ടെ ആനി രാജയ്ക്കെതിരെ എന്ന് പറയാമോ? അല്ല, രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് മത്സരിക്കുമ്പോൾ ആദ്യം കിട്ടുന്ന ഒരു പെർഫോമ ഇപ്രാവശ്യം ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വയനാടിൽ രാഹുൽ ഗാന്ധിക്ക് 4,31,770 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ലഭിച്ചിരുന്നത്. എന്നാൽ അതിന് തൊട്ടു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ ശ്രീ MI ഷാനവാസ് ജയിച്ചത് 20,770 വോട്ടുകൾക്ക്. അപ്പൊ സ്വാഭാവികമായ ഒരു UDF അനുകൂല മണ്ഡലമായിരുന്നിട്ട് പോലും ശ്രീ MI ഷാനവാസിന് 2014 20,270 വോട്ടുകൾക്ക് മാത്രം ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മണ്ഡലമാണ്. പക്ഷെ രാഹുൽ ഗാന്ധി വന്ന് മത്സരിച്ചപ്പോ ചിത്രം മാറുകയും 4,31,770 വോട്ടുകൾക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരു വസ്തുത തന്നെയാണ്. പക്ഷെ ഇനി അത് വീണ്ടും അതുപോലെ തന്നെ തുടരുന്ന സാഹചര്യം ഉണ്ടാകും എന്ന് നമുക്ക് കരുതാനാവില്ല. കാരണം വയനാട് അതിനുശേഷം നടന്നിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളും ഒക്കെ കൂടി പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായും ഇനി രാഹുൽ ഗാന്ധി വന്നാൽ പഴയ ഭൂരിപക്ഷത്തിലേക്ക് അദ്ദേഹത്തിന് തിരിച്ചു വരാനാകുമോ എന്ന് സംശയം. പിന്നെ നിങ്ങൾ പറയുന്നത് എന്തിനാണ് രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് മത്സരിക്കരുത്, BJPയുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടുക, ഇന്ത്യ മുന്നണിയെ ദുർബലപ്പെടുത്തരുത്, വയനാട്ടിൽ വന്ന് മത്സരിച്ച് ഇന്ത്യ മുന്നണിയെ ദുർബലപ്പെടുത്തരുത്, ഇതും നിങ്ങൾ പറയുന്ന കാര്യമാണല്ലോ. അതേസമയത്ത് തന്നെ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണല്ലോ ഈ നേരിട്ട് ഏറ്റുമുട്ടുന്ന പ്രാദേശിക പാർട്ടികൾ തമ്മിൽ. അല്ലെങ്കിൽ ഇപ്പോൾ ബംഗാളിലാണെങ്കിൽ തൃണമൂൽ കോൺഗ്രസും CPM ഒക്കെ നേരിട്ട് ഏറ്റുമുട്ടുന്ന സ്ഥലങ്ങളിൽ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചിലപ്പോൾ ഈ ഇന്ത്യ മുന്നണിക്ക് സാധ്യത കാണുന്നില്ല. നേരത്തെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും നേരിട്ട് ഏറ്റുമുട്ടുന്ന സ്ഥലത്ത് അങ്ങനെ ഒരു സാധ്യത ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ചില സംസ്ഥാനങ്ങളിലെങ്കിലും അങ്ങനെ ഒരു ധാരണ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. കേരളത്തെയും ഒഴിച്ചു നിർത്തിയതാണല്ലോ ഇങ്ങനെ LDFും UDFും പരസ്പരം ഏറ്റുമുട്ടുന്ന ഈ സ്ഥലത്ത് ഇവിടെ ഇന്ത്യ മുന്നണിയുടെ സാധ്യത ഇല്ല, അങ്ങനെ ഒരു മുന്നണിയായിട്ട് മത്സരിക്കേണ്ട എന്ന്. അങ്ങനെയാണെങ്കിൽ പിന്നെ രാഹുലിന്റെ വരവിനെ നിങ്ങൾ അതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമേ ഇല്ലല്ലോ. ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു വ്യത്യസ്തമായ വീക്ഷണകോണാണ് CPM ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ളതെന്നാണ് ഞാൻ കരുതുന്നത്. ദേശീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവെന്ന നിലയിൽ ശ്രീ രാഹുൽ ഗാന്ധി നേരിട്ട് BJPക്കെതിരെ മത്സരിക്കണം എന്നുള്ളതാണ് ദേശീയ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ. അങ്ങനെ മാത്രമേ നമുക്ക് കരുതാനാവൂ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം 20 സീറ്റിൽ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി വരുന്ന സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അപ്പോ ആ 20 സീറ്റിൽ വേണ്ടിയിട്ട് ഒരു പരസ്പര മത്സരം ഒഴിവാക്കിക്കൊണ്ട് സ്വാഭാവികമായും രാഹുൽ ഗാന്ധി ഇപ്പോൾ ഒരു ദേശീയ നേതാവ് എന്ന അർത്ഥത്തിൽ അദ്ദേഹം UP പോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലത്തിൽ മത്സരിക്കുകയും BJPയുമായി ഏറ്റവും ശക്തിയുക്തമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് സാധ്യതയിലേക്ക് മത്സരിക്കുകയും വേണം എന്നുള്ള ഒരു നിലപാടാണ് CPM ഉയർത്തിപ്പിടിച്ചത്. അതുകൊണ്ടാണ് ജയിക്കുന്നതിന് വേണ്ടിയല്ലേ, LDFിന് ജയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിലപാടല്ലേ, അതല്ലാതെ ദേശീയ രാഷ്ട്രീയത്തെ മുന്നിൽ കണ്ടുള്ളതൊന്നും അല്ലല്ലോ. സംസ്ഥാന രാഷ്ട്രീയത്തെ മുന്നിൽ കണ്ടുള്ള ഒരു നിലപാടെടുക്കലാണ് CPM നടത്തുന്നത്. അതല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ പോലെ ഈ കൂറ്റൻ തോൽവിയെ നേരിടേണ്ടി വരുമോ എന്നുള്ള ഭയം, അത്രയേ ഉള്ളൂ അതിനകത്ത്. അല്ല, കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം ആവർത്തിക്കും എന്ന ഒരു ഭയവും ഇടതുപക്ഷത്തിനില്ല. കാരണം 19 സീറ്റിലും ഇടതുപക്ഷം നിർത്തിയിരിക്കുന്ന 19 സീറ്റിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ അങ്ങ് പരിശോധിക്കും. അല്ല, കഴിഞ്ഞ തവണ നല്ല സ്ഥാനാർത്ഥികളായിരുന്നു. കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഇടതുപക്ഷത്തിന് തെറ്റുപറ്റിയിട്ടൊന്നുമില്ലായിരുന്നു. പക്ഷേ ഈ താങ്കൾ പറഞ്ഞതുപോലെയുള്ള ഘടകങ്ങൾ വന്നു. അതിൽ ഏറ്റവും വലിയ ഘടകമെന്ന് LDF തന്നെ വിലയിരുത്തിയ കാര്യമാണ് രാഹുൽ ഗാന്ധിയുടെ വരവ്. ശ്രീ യുവരാജ് ഗോകുൽ, ഇപ്പോഴും ആ BJPയോട് നേരിട്ട് ഏറ്റുമുട്ടട്ടെ രാഹുൽ ഗാന്ധി എന്ന നിലപാടിൽ ഇടതുപക്ഷം മയപ്പെടുത്തിയിട്ടില്ല, അതിലൊരു മയപ്പെടുത്തലും നടത്തിയിട്ടില്ല. അല്ല, ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഇന്ത്യയിൽ നശിക്കുന്നത് അവർ പുറത്ത് പറയുന്നത് പോലെ അയ്യോ കോൺഗ്രസ് മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് നിൽക്കണം, രാഹുൽ ഗാന്ധി ശുഭാപ്തി വിശ്വാസമുള്ള നേതാവാണ്, അങ്ങനെയൊന്നും അല്ല. അവരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് എപ്പോഴും നശിച്ച് പ്രതിപക്ഷത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് പൊളിറ്റിക്കലി ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം നല്ലത്. കാരണം മഞ്ജുഷേ, ഈ കോൺഗ്രസ് കേന്ദ്രം ഭരിക്കുന്ന BJP കേന്ദ്രം ഭരിക്കുന്നതിൻ്റെ പ്രധാന ഗുണഭോക്താക്കളായിട്ട് പ്രതിപക്ഷത്ത് നിൽക്കുന്ന 2-3 പാർട്ടികളുണ്ട്. വെസ്റ്റ് ബംഗാളിൽ മമതാ ബാനർജിയാണ്,
തമിഴ്നാട്ടിൽ അത് DMK ആണ്, കേരളത്തിൽ അത് CPM ആണ്. കാരണം കേന്ദ്രത്തിൽ അത് BJP ഉണ്ട്. ആ BJP നിങ്ങളെ പിടിച്ച് വിഴുങ്ങും, ഞങ്ങളാണ് അതിനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഫാസിസ്റ്റ് ജനാധിപത്യ വിരുദ്ധ എന്നൊക്കെ പറഞ്ഞ് ഇവർ കുറേ ഇങ്ങനെ ഒരു നറേറ്റീവ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അതാത് സംസ്ഥാനങ്ങൾ, ഈ പറയുന്ന 3 സംസ്ഥാനങ്ങളിൽ ഇവർ നേട്ടം കൊയ്തുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്രത്തിൽ BJP അല്ലായിരുന്നു ഭരണമുണ്ടായിരുന്നെങ്കിൽ കേരളത്തിൽ CPM-നും പിണറായി വിജയനും തുടർഭരണം കിട്ടില്ലായിരുന്നു. അതൊരു വാസ്തവമാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. ഇതുപോലെ തന്നെയാണ് തമിഴ്നാട്ടിൽ സ്റ്റാലിനും പിടിച്ചിരിക്കുന്നത്. അതാത് സംസ്ഥാനങ്ങളിൽ എത്ര അഴിമതി നടത്തിയിരുന്നാലും, എത്ര കെടുകാര്യസ്ഥതയിലേക്ക് പോയിരുന്നാലും, ആ സംസ്ഥാനങ്ങളെ എത്ര കൂപ്പുകുത്തിക്കുന്ന അവസ്ഥയിൽ എത്തിച്ചിരുന്നാലും ശരി തന്നെയാണ്, ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ ഭീതി സൃഷ്ടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഈ സംസ്ഥാനങ്ങൾ നിലനിർത്താൻ കഴിയുമെന്നുള്ള അവരുടെ വിശ്വാസമുണ്ട്. അവർ ബാങ്ക് ചെയ്യുന്ന ആ ഒറ്റ കാര്യത്തിലാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി ഇത്തവണ ജയിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ, എവിടെയെങ്കിലും പോയി മത്സരിച്ച് BJP-യോട് തോക്കുകയോ അദ്ദേഹം പാർലമെന്റിൽ എത്താതിരിക്കുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവർക്കതേ വീണ്ടും പറയാം, നമ്മൾ കേട്ടിട്ടില്ലേ, കോൺഗ്രസ്സുകാരെല്ലാം നാളെ BJP-ക്കാരാവും, കോൺഗ്രസ്സുകാരെല്ലാം നാളെ RSS-കാരാവും, അതുകൊണ്ട് നിങ്ങൾ അവരെ വിശ്വസിക്കരുത് എന്ന് ക്യാമ്പയിൻ നടത്തുന്നവരാണ് CPM. അപ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം അത് പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് ആണ് രാഹുൽ ഗാന്ധിയുടെ പൊളിറ്റിക്കൽ ഡെസിമേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പൊളിറ്റിക്കൽ ഡെസിമേഷൻ എന്ന് പറയുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് CPM ആണ്. അതുകൊണ്ട് അവരെ കുഴിയിൽ ചാടിക്കാൻ പറ്റുന്ന എന്തൊക്കെ തരത്തിലുള്ള ഐഡിയാസ് ഉണ്ടോ അത് മുഴുവനും CPM-കാര് കോൺഗ്രസ്സുകാരെ ഉപദേശിച്ച് അവരെ ഒരു വഴിക്കാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവും ആർക്കും വേണ്ടതില്ല. ഇവിടെ ശ്രീ ആനന്ദ് കൊച്ചുകൂടി പറഞ്ഞ നിരീക്ഷണമുണ്ടല്ലോ, ഉത്തർപ്രദേശിലെ രാഹുൽ ഗാന്ധിയുടെ ആ ഒരു വിജയ സാധ്യതയെ കുറിച്ച്, അതിനെക്കുറിച്ച് താങ്കൾ എങ്ങനെയാണ് അതിനുള്ള മറുപടി നൽകുന്നത്? അല്ല, ഇതിനകത്ത് അത് ഈ SP-യും BSP-യും SP-യും കോൺഗ്രസും തമ്മിൽ ഒരുമിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് ശ്രീ ആനന്ദ് കൊച്ചുകൂടി പറഞ്ഞു. അത് ശരിയാണ്. അത് 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അത് ശരിയാണ്. പക്ഷേ 2017 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു എന്നുള്ള കാര്യം കൂടി അദ്ദേഹം ഓർക്കണം. SP-യും കോൺഗ്രസും ഒരുമിച്ച് എന്ന് തന്നെയാണ് 2017 അസംബ്ലി തെരഞ്ഞെടുപ്പ് നേരിട്ടത്. എന്നിട്ട് എന്ത് സംഭവിച്ചു? രണ്ടുപേർക്കും വിജയിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയങ്ങളിലൊന്നിലേക്ക് രണ്ടുപേരും പോവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇത്തവണ ഇപ്പോൾ SP-യും കോൺഗ്രസും തമ്മിലൊരു സഖ്യമുണ്ടാകുന്നു എന്നുള്ളത് കൊണ്ട് എന്തെങ്കിലും മഹത്തായ കാര്യങ്ങൾ നടക്കുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ ചില രീതിയിലുള്ള, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ റായ്ബറേലിയിലാണെന്നുണ്ടെങ്കിൽ മുസ്ലിം വോട്ടിൻ്റെ എണ്ണം വളരെ കൂടുതലാണ് എന്നുള്ള കാര്യം ഒരു വസ്തുതയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ വോട്ടുകൾ സ്പ്ലിറ്റ് ആവാതെ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെതായ ഗുണം ചിലപ്പോൾ റായ്ബറേലിയിൽ ലഭിക്കുമെന്ന് ഒരു പൊളിറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവും. അമേഠിയിൽ അതും നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അമേഠിയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം 2014 വരെയുള്ള തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്ന സമയത്തും അവിടെ ഈ പറയുന്ന പോലെ പല വീടുകളിലും വെള്ളമില്ല, പല വീടുകളിലും കറണ്ടില്ല, പല വീടുകളിലും ആ ഗ്രാമങ്ങളിലേക്കൊന്നും തന്നെ ഇന്റർനെറ്റ് കണക്ഷനൊന്നും എത്താത്ത കാലഘട്ടത്തിലൂടെയാണ്. ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇന്ത്യ ഒരുപാട് മാറിപ്പോയി. അതിൻ്റെ ഏറ്റവും വലിയ മുഖം മാറിയിരിക്കുന്നത് ഒന്ന് അമേഠിയിലൊക്കെ തന്നെയാണ്. അവിടെ ഇപ്പോൾ എല്ലാ വീടുകളിലുമൊക്കെ ഇന്റർനെറ്റും കറണ്ടും വെള്ളമൊക്കെ എത്തുന്ന സാഹചര്യമുണ്ട്. അവരിപ്പോൾ വാർത്ത കാണുന്നുണ്ട്, അവർ പത്രം വായിക്കുന്നുണ്ട്, അവർ ഇന്റർനെറ്റിലൂടെ ലോകവുമായിട്ട് കണക്റ്റഡ് ആയിട്ട് തന്നെയാണ് അമേഠിയിൽ ആൾക്കാർ നിൽക്കുന്നത്. അല്ലാണ്ട് ഇന്ദിരാഗാന്ധി മരിച്ചുപോയ കാര്യം 10 വർഷം കഴിഞ്ഞ് മാത്രം അറിയുന്നൊരവസ്ഥയിലല്ല ഇന്ന് ഇന്ത്യയിലെ, ഉത്തരേന്ത്യയിലെ പല ഗ്രാമങ്ങളും കഴിഞ്ഞുകൂടി പോകുന്നത്. വളരെ അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെയാണ് എല്ലാവരും പോകുന്നത്, രാഷ്ട്രീയമായും അല്ലാതെയും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അമേഠിയിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ഒബ്സർവേഷനെ ഞാൻ പാടെ നിരാകരിക്കുന്നതല്ല. എപ്പോഴും പൊളിറ്റിക്സിൽ എന്ന് പറയുന്നത് 1+1 എന്ന് പറയുന്നത് 2 അല്ലല്ലോ. അങ്ങനെ സംഭവിക്കണമെന്നില്ല. ഒരു 2019 14 സാഹചര്യം അല്ല, 2024 എത്തി നിൽക്കുമ്പോൾ പൊളിറ്റിക്കലി നമുക്ക് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. SP-യും കോൺഗ്രസും തമ്മിൽ സഹകരിക്കുന്നത് കൊണ്ട് രാഹുൽ ഗാന്ധിക്ക് കൂടുതൽ സാധ്യത അവിടെ ഉണ്ടാകും എന്ന് അവർ തെറ്റിദ്ധരിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച്, അല്ല, അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, തെറ്റൊന്നുമില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം സ്മൃതി ഇറാനിയെ തോൽപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു കരുത്ത് അങ്ങനെ ഒരു സഖ്യത്തിനുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ ഈ CPI നേതാക്കളുടെയൊക്കെ കുറച്ച് പ്രസ്താവനകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ അല്ലല്ല, BJP നേതാക്കളുടെ, BJP ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ്റെതായിട്ടുള്ള പ്രസ്താവന വന്നിരിക്കുന്നത്, ഈ വയനാട്ടിൽ ആനി രാജ വരുമ്പോഴേക്കും രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് പോയി. ഇതാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാത്തത് പോലും കേരളത്തിന്റെ സ്ഥിതി പരുങ്ങലിലായതുകൊണ്ട്. ഈ 2 കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധിയെ കുറിച്ച് ഇപ്പോൾ BJP ഔദ്യോഗികമായിട്ട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ ആനി രാജ വന്നപ്പോൾ രാഹുൽ ഗാന്ധി പോയി എന്നുള്ള ആ ഒരു പ്രസ്താവന എനിക്ക് മനസ്സിലാവുന്നില്ല. ആനി രാജ അത്ര വലിയ, ഈ രാഹുൽ ഗാന്ധിക്ക് ഒരു വലിയ എതിരാളി അല്ലല്ലോ. അല്ല, ഇത് ഇവര് തമ്മിലുള്ള പൊളിറ്റിക്കൽ കെട്ടുപാടുകളൊക്കെ ഉണ്ടല്ലോ. അതാണ് ഇതിനകത്ത് ചർച്ച ചെയ്യേണ്ട വിഷയം. അതായത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് തമ്മിൽ മത്സരിക്കുവാൻ ഒരു ദേശീയ മുഖമുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു ധാരണ അതൊരു ധാരണ തന്നെയാണ്. അതാണ് കുറച്ച്. പിന്നെ വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ആനി രാജ വന്നു, കുറച്ച് മുമ്പ് ആന വന്നു. ഇവരൊക്കെ കുറച്ചുകൂടി രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതലും വയനാട്ടിലേക്ക് വന്നു പോകുന്ന സ്ഥിതിയാണ് ഇപ്പോൾ കാണുന്നത്. ശരിക്കും പറഞ്ഞ ആനി രാജ വന്നൊരു 10 ദിവസം അടുപ്പിച്ച് വയനാട്ടിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ എത്തിയതിനേക്കാളും കൂടുതൽ ദിവസങ്ങളിൽ അവരുണ്ടായിരുന്നു എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ഈ ആനയും ആനി രാജയും ഒക്കെ എന്താണ് വയനാട്ടിൽ കൂടുതൽ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി അവിടെ എങ്ങും കാണുന്നില്ല. അതാണ് അവസ്ഥ. ശരി, ശ്രീ ഹെൻറി ഓസ്റ്റിൻ,
ഇതൊരു ധാരണയുടെ പുറത്ത് വന്നിരിക്കുകയാണോ എന്നുള്ള സംശയം ബലപ്പെടുകയാണ്. ഇന്ത്യ മുന്നണിയിലെ തന്നെ ഒരു ധാരണ, ആനി രാജയാണ് വരുന്നത് വയനാട്ടിലേക്ക്, CPIയുടെ ഒരു സംസ്ഥാന നേതാവ് അല്ല, കഴിഞ്ഞ തവണത്തെ പോലെ അല്ല കാര്യങ്ങൾ. അപ്പോൾ ഇത് മുന്നണിയിൽ തന്നെ, ഇന്ത്യയിൽ തന്നെ ഒരു ധാരണയായിട്ട് എടുത്തിരിക്കുന്ന ഒരു തീരുമാനം, ആ രീതിയിലുള്ള കാര്യമാണ് ഇപ്പോൾ BJP പറയുന്നത് കേട്ടോ. BJPയുടെ വക്താവ് ഇവിടെ പറയുന്ന അനുസരിച്ചിട്ട് ഒരു മത്സരമേ ഇല്ലല്ലോ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവർ ജയിച്ചിരിക്കുകയാണല്ലോ. അപ്പൊ പിന്നെ ഈ ചർച്ചയ്ക്കൊന്നും പ്രസക്തിയില്ല. ഒരു പ്രതിപക്ഷ പാർട്ടിക്കും ഇവിടെ ഇന്ത്യയിൽ സാധ്യതയില്ല എന്നുള്ള രീതിയിലാണ് BJPയുടെ വക്താവ് സംസാരിക്കുന്നത്. ഇന്ത്യ മുന്നണി ഇല്ല, അത് പേപ്പറിലാണ്. പേപ്പറിൽ ഒരു മുന്നണി ഉണ്ടായിട്ടുള്ള ഇവർ എന്തിനാ എത്ര മേടിക്കുന്നത്? 5% വോട്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം കണക്കൊക്കെ സൂചിപ്പിച്ചല്ലോ. കണക്കിന്റെ ഒന്ന് എടുത്ത് പരിശോധിച്ച് നോക്കണം. ഒരു കഴിഞ്ഞ തവണത്തെ കോൺഗ്രസിന്റെയും BJPയുടെയും ആ പെർഫോമൻസ്, UPയുടെയും NDAയുടെയും പെർഫോമൻസ് ഏകദേശം 15% വ്യത്യാസമാണ് വോട്ട് ഷെയറിലുള്ളത്. ഇവർക്ക് 37% ടോട്ടൽ കിട്ടിയിരിക്കുന്ന വോട്ട് ഷെയർ എന്ന് പറയുന്നത്. 5% വോട്ട് സ്വിംഗ് ചെയ്ത് കഴിഞ്ഞാൽ 220 സീറ്റിലേക്ക് NDA പതിക്കും. അത് തന്നെയാണ് ഈ ഒരു മുന്നണിയുടെ പ്രസക്തി എന്ന് പറയുന്നത്. പിന്നെ പ്രാദേശിക കക്ഷികളെ, ലോക്കൽ ആസ്പിറേഷൻസ് ഉള്ള വിവിധ കക്ഷികളുടെ ഒരു കൂട്ടായ്മ എന്ന നിലയിൽ സ്വാഭാവികമായിട്ട് അത് വർക്ക്ഔട്ട് ചെയ്ത് വരാനായിട്ട് ഒരു ഇലക്ട്രൽ അലയൻസിലേക്ക് വരുമ്പോൾ സ്റ്റേറ്റുകളുടെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിലെ പ്രയോറിറ്റീസ് മുന്നിൽ വെച്ചുകൊണ്ട് ഒരു ഫൈനൽ തീരുമാനങ്ങളിലേക്ക് എത്തുന്നു. ഇപ്പൊ 450ഓളം സീറ്റുകളിൽ ഏകീകൃതമായിട്ടുള്ള സ്ഥാനാർത്ഥികളായി കഴിഞ്ഞു. അത്രയും നടന്ന കാര്യങ്ങളെ BJPയുടെ വക്താവ് അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പൊ ഇന്ത്യ മുന്നണി ഉണ്ടോ ഇല്ലെന്നുള്ള അതിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലോ. 450 സീറ്റിലെ ധാരണ ആയല്ലോ. 450 സീറ്റ്സിലെ ഏകീകൃതമായിട്ട് ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളായി കഴിഞ്ഞു. ബാക്കിയുള്ളത് ഇനിയുള്ള വരും ദിവസങ്ങൾ വരും. അത് കേരളം അടക്കമുള്ള മറ്റ് റീജിയണൽ പാർട്ടീസ് സ്ട്രോങ് ആയിട്ട് ഇപ്പൊ കേരളത്തെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിയുടെ ഒരു ആംബിറ്റിൽ വരുന്ന ഒരു സ്റ്റേറ്റ് അല്ലല്ലോ. ഇവിടെ CPM-ഉം കോൺഗ്രസും BJPയും തമ്മിൽ ഒരു ട്രയാങ്കുലർ ഫൈറ്റ് നടക്കുന്ന സ്റ്റേറ്റ് അല്ലേ. അപ്പൊ അവിടെ ഇന്ത്യ മുന്നണിയുടെ ഒരു ആംബിറ്റ് വെച്ചുകൊണ്ട് അതിന്റെ ഒരു കോമ്പിനേഷൻ വെച്ചുകൊണ്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു രീതി വരേണ്ട. കേരളത്തെ സംബന്ധിച്ച് ഇവിടെ ഡയറക്ട് ഫൈറ്റ് ആണ്. ഇവിടെ CPM-ഉം അല്ലെങ്കിൽ LDF മുന്നണിയും UDF മുന്നണിയും തമ്മിൽ ഒരു ധാരണയിലല്ലോ ഫൈറ്റ് ചെയ്യുന്നത്. അതെ, റിസൾട്ട് അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഇടം എന്ന് പറയുന്നത് വയനാട് തന്നെയാണ്. കേരളം തന്നെയാണ് ഏറ്റവും അനുയോജ്യമായ ഇടം കഴിഞ്ഞ തവണത്തെ പോലെ. പക്ഷെ അതിൽ നിന്ന് പിന്മാറിയാൽ ഈ ഒരു കാര്യം BJP പറയും സ്വാഭാവികമായിട്ടും. ഞാൻ തുടക്കത്തിൽ തന്നെ മഞ്ജുഷ സൂചിപ്പിച്ചു. അതായത് വാട്ട് വി ആർ ഡിസ്കസിംഗ് നൗ ഇസ് എ മാറ്റർ ഓഫ് ഇൻ എ റെലം ഓഫ് സ്പെക്കുലേഷൻ. ഇത് വരാതിരിക്കാവുന്ന ഒരു കാര്യത്തെ പറ്റി ഇതിനെപ്പറ്റി ഒരു ഔദ്യോഗിക സ്ഥിരീകരണം കോൺഗ്രസിന് ഇല്ല. എന്തായാലും കോൺഗ്രസ് പാർട്ടിയിൽ അങ്ങനെ ഒരു അറിയിപ്പ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. രാഹുൽ ഗാന്ധി ഇവിടെ തന്നെ മത്സരിക്കുമെന്നാണ് ഇതേവരെയുള്ള സൂചനകൾ ഞങ്ങൾക്കുള്ളത്. അപ്പൊ ഇത് ഇന്നിപ്പോ ഒരു ന്യൂസ് വന്നു ഇത്തരത്തിലൊരു പോസിബിലിറ്റീസ് തെലങ്കാനയിലേക്ക്. അതിന്റെ കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചതാണ്. അതായത് കർണാടകത്തിലാണെങ്കിലും തെലുങ്ക ഇപ്പൊ കഴിഞ്ഞ തവണ കേരളത്തിൽ വന്നപ്പോ വലിയൊരു ആവേശം കേരളത്തിലുണ്ടായി. അത് 19 വന്നെന്നുള്ള റിസൾട്ടിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ഒരു വലിയ ഫാക്ടർ രാഹുൽ ഗാന്ധി പ്രസൻസ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം. സ്വാഭാവികമായിട്ടും ഇപ്പോ തമിഴ്നാട്ടിൽ DMKയുടെ ഒരു അലയൻസിൽ നമ്മൾ മുന്നോട്ട് പോകുന്നു. തെലങ്കാനയിലും കർണാടകത്തിലും നമുക്ക് പുതിയ കോൺഗ്രസ് ഗവൺമെന്റുകളുണ്ട്. അവിടെ ആ ഗവൺമെന്റുകൾക്ക് ആ ഒരു പശ്ചാത്തലത്തില് രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസൻസ് ആ സ്റ്റേറ്റ്സിൽ വരുവാണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന നിലയിൽ ആ ലോക്കൽ ഘടകങ്ങൾ കർണാടകത്തിലാണെങ്കിലും തെലങ്കാനയിലാണെങ്കിലും രാഹുൽ ഗാന്ധി അവിടെ മത്സരിക്കണം ആവശ്യപ്പെടുന്നുണ്ട്. അതൊരു റിയാലിറ്റിയാണ്. പക്ഷെ അതിനൊരു തീരുമാനം ഫൈനലായിട്ട് എടുത്തില്ല. പിന്നെ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഇപ്പൊ UPയെ സംബന്ധിച്ച് ആനന്ദ് അടക്കമുള്ളവരുടെ പരാമർശിച്ചു. UPയിലെ റായ്ബറേലി എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ പരമ്പരാഗത സീറ്റ് തന്നെയാണ്. 5 തവണയായിട്ട് സോണിയാഗാന്ധി റെപ്രസെന്റ് ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യുവൻസി അല്ലേ റായ്ബറേലി. അവിടെ മത്സരിക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം? അമേഠി പോലെ തന്നെ പരമ്പരാഗതമായ സീറ്റ് തന്നെയാണ് റായ്ബറേലി. അപ്പൊ രാഹുൽ ഗാന്ധി റായ്ബറേലിയിലേക്ക് മത്സരിച്ചാൽ തന്നെ അതിലൊരു അപാകതമില്ല. പിന്നെ ഏത് സീറ്റ് മത്സരിച്ചു? ഇപ്പൊ നേരത്തെ സുരേന്ദ്രന്റെ സ്റ്റേറ്റ്മെന്റ് റാണി രാജയെ കണ്ട് രാഹുൽ ഗാന്ധി ഓടിപ്പോയെന്ന് പറയുന്നത് എന്ത് പറയാനാണ്? ഇത്തരത്തിലുള്ള പരാമർശങ്ങൾക്ക് അതിന്റേതായിട്ടുള്ള ഒരു വില നമ്മൾ കൊടുക്കേണ്ട കാര്യമുള്ളൂ. കാര്യം രാഹുൽ ഗാന്ധി അപ്രസക്തനായ ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ എന്തിനാ ചർച്ച ചെയ്യുന്നത്? എന്തിനാണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നത്? രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോഴും നമ്മളെ സംബന്ധിച്ച് എന്തിനാ നമ്മൾ എത്രയോ മണിക്കൂറുകൾ മാധ്യമങ്ങളെ രാഹുൽ ഗാന്ധിയുടെ കാൻഡിഡേറ്റിനെ പറ്റി ചർച്ച ചെയ്യുന്നു, രാഹുൽ ഗാന്ധിയുടെ ഓരോ നീക്കങ്ങളെ പറ്റി ചർച്ച ചെയ്യുന്നു. വിച്ച് ഷോസ് ദാറ്റ് ഹീ ഈസ് എ പ്രോമിനന്റ് പൊളിറ്റീഷ്യൻ ഇല്ലേ? ഇന്ത്യയിൽ ഇന്ന് അറിയപ്പെടുന്ന പാൻ ഇന്ത്യ ലെവലില് ഒരു ഫേസ് വാല്യൂ ഉള്ള ഒരു ഇക്വിറ്റി ഉള്ള ഒരു പൊളിറ്റീഷ്യനാണ് രാഹുൽ ഗാന്ധി. അപ്പൊ അദ്ദേഹം മത്സരിക്കുന്ന മേഖലകളിൽ സ്വാധീനം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ട്രിപ്പിൾ എഫക്ട് ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നുള്ള തിരിച്ചറിവിലാണ് ആ കാൻഡിഡേറ്റിനെ പറ്റി ഇത്രയും ചർച്ചകൾ വരുന്നത്. BJP പറയുന്ന പോലെ അദ്ദേഹം ഒരു അപ്രസക്തനായ വ്യക്തിയാണെങ്കിൽ ഇപ്പൊ ഈ ചർച്ചകളൊന്നും നടക്കില്ലല്ലോ. ശരി, ശ്രീ ആനന്ദ് കൊച്ചുകൂടി, ഹെൻറി ഓസ്റ്റിന്റെ നിരീക്ഷണം അങ്ങനെയാണ്. രാഹുൽ ഗാന്ധി ഇപ്പോഴും പ്രസക്തനായ ഒരു വ്യക്തി തന്നെയാണ്, അതുകൊണ്ടാണ് ഇതേക്കുറിച്ചുള്ള ചർച്ചകൾ വരുന്നത് എന്ന്. പക്ഷേ രാഹുൽ ഗാന്ധി മണ്ഡലം തേടി ഓടി നടക്കുന്നു എന്ന കാര്യം കൂടി ഉണ്ടല്ലോ. കഴിഞ്ഞ തവണ അതാണല്ലോ അമേഠിയിൽ ജയിക്കില്ല
എന്നുള്ള കാര്യം ഉറപ്പിച്ചുകൊണ്ട് കേരളത്തിലേക്ക് വന്നത്? അല്ല, രാഹുൽ ഗാന്ധി ഇപ്പം ഞാൻ പറയുന്നത് ചിലപ്പോൾ പലർക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷേ രാഹുൽ ഗാന്ധി എൻ്റെ അഭിപ്രായത്തിൽ കോൺഗ്രസിൻ്റെ നേതാവായതുകൊണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞു കൊടുത്തിട്ടും ഇപ്പോഴും പാർട്ടിയെ നിയന്ത്രിക്കുന്നത് രാഹുൽ ഗാന്ധി ആയതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി ഇതുപോലെ ചർച്ച ചെയ്യപ്പെടുന്നത്. അദ്ദേഹം ഇനിയിപ്പോൾ നാളെ ഈ അടുത്ത തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് തോറ്റാൽ, ഒരു 100 സീറ്റിൽ കുറഞ്ഞാൽ എന്തായാലും അദ്ദേഹത്തിന് ഇപ്പോഴുള്ള നിയന്ത്രണം പാർട്ടിയിൽ ഉണ്ടാകാൻ കോൺഗ്രസ്സുകാർ തന്നെ സമ്മതിക്കില്ല. അല്ലെങ്കിൽ ഇപ്പോൾ 2024 ഒക്ടോബറിൽ ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണ്. ആ ഹരിയാനയിൽ കോൺഗ്രസിന് സാധ്യതയുള്ളൊരു സംസ്ഥാനമാണ്. ഹുഡ്ഡമാരുണ്ട്. ആ ഹുഡ്ഡമാർ നാളെ ഒരു പ്രാദേശിക പാർട്ടി ഉണ്ടാക്കി പോകും എന്ന അവസ്ഥ വന്നാൽ രാഹുൽ ഗാന്ധിക്ക് രാജിവെച്ച് വല്ല അമേരിക്കയിലേക്കോ അല്ലെങ്കിൽ ഈ പാർട്ടിയുടെ നിയന്ത്രണമെങ്കിലും മറ്റാർക്കെങ്കിലും കൊടുക്കേണ്ടി വരും. കാരണം ഇദ്ദേഹം ഈ 2017 ഡിസംബർ മുതൽ 2019 ഏപ്രിൽ വരെ 1.5 വർഷം പാർട്ടി അധ്യക്ഷനായിട്ടിരുന്നു. പക്ഷേ 2013 ഇദ്ദേഹം വൈസ് പ്രസിഡന്റ് ആയ കാലം മുതൽ 2013 വൈസ് പ്രസിഡന്റായി ജയ്പൂർ സമ്മേളനത്തിൽ അന്ന് തൊട്ട് ഇപ്പോൾ വരെ അദ്ദേഹമാണ് പാർട്ടി നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യകാലത്ത് ദിഗ്വിജയ് സിംഗിനെ പോലെ മറ്റു പലരും ഒക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ ഈ പാർട്ടിയുടെ നിയന്ത്രണത്തിൽ അദ്ദേഹത്തെ സഹായിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് അത് KC വേണുഗോപാലും മറ്റ് ഇപ്പോൾ കൂടെ നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർ ചിലരൊക്കെ തീവ്ര ഇടത് ബുദ്ധി കേന്ദ്രങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരാണ്, JNUവിൽ നിന്നും ഒക്കെ വന്ന ആൾക്കാരാണ്. അവരുടെ ബുദ്ധിയെക്കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ എന്താ പറയുന്നത്, അവരുടെ ഇൻ്റലക്റ്റിനെ കുറിച്ച് ഞാൻ ഒരു അഭിപ്രായം പറയുന്നില്ല. പക്ഷെ അവർ കൊടുക്കുന്ന ഉപദേശങ്ങളെല്ലാം രാഹുൽ ഗാന്ധി സ്വീകരിച്ചിട്ട് കോൺഗ്രസിൻ്റെ അവസ്ഥ എന്തായി എന്ന് ആലോചിച്ചാൽ മതി. ഇപ്പോൾ അവർ കഴിഞ്ഞ ഇലക്ഷന് തൊട്ട് മുമ്പ് രാഹുൽ ഗാന്ധിയെ പറഞ്ഞ് പറ്റിച്ചു, ഒരു ന്യായ് പദ്ധതി കൊണ്ടുപോവുക, എന്നാൽ നമ്മൾ വോട്ട് ജയിക്കും. ഈ പ്രവീൺ ചക്രവർത്തി എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ഒരു ഡാറ്റ അനലിസ്റ്റ് ഉണ്ട്. അദ്ദേഹം രാഹുൽ ഗാന്ധിയോട് ഇലക്ഷൻ കഴിഞ്ഞിട്ടും പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ 200 സീറ്റിൽ ജയിക്കാൻ പോവുകയാണെന്നാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിയും KC ഒക്കെ അത് വിചാരിച്ച് സത്യമാണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു. ഇപ്പോഴും അയാൾ തന്നെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ അവിടെ ജയിക്കും ഇവിടെ ജയിക്കും. പൊതു സ്ഥാനാർത്ഥിയെ വളർത്തിക്കൊണ്ടുവരുവാൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യ മുന്നണിക്ക് എന്നാണ്. അതൊരു വലിയ സംഖ്യയാണെന്നാണ് അവകാശപ്പെടുന്നത്. അത് അല്ല, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ ഫിഗേഴ്സ് ഒന്ന് മനസ്സിരുത്തി വായിച്ചു നോക്കണം. അത് ഏതൊക്കെ സ്ഥലത്ത് എത്ര ഡിഫറൻസ് ആണുള്ളത്. ഈ NDAയും UPAയും തമ്മിൽ 5% വോട്ട് ഡിഫറൻസ് എന്നൊക്കെ പറയുന്നത് അത് ഒരു തെറ്റിദ്ധാരണാജനകമാണ്. കഴിഞ്ഞ തവണ NDAയ്ക്കും UPAയ്ക്കും തമ്മിൽ, അല്ലെങ്കിൽ കോൺഗ്രസിന് BJPയുടെ പകുതി വോട്ടുകൾ കിട്ടിയിട്ടുണ്ടെന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷേ ഈ ഹിന്ദി ബെൽറ്റിലേക്ക് വന്നാൽ, ഹിന്ദി ഹൃദയഭൂമിയിലേക്ക് വന്നാൽ പലയിടത്തും കോൺഗ്രസും BJPയും തമ്മിലുള്ള അന്തരം 20 സീറ്റ് വരെയാണ്. കഴിഞ്ഞ തവണ ഹിമാചൽ പ്രദേശിൽ, ഫോർ എക്സാമ്പിൾ, ഹിമാചൽ പ്രദേശിൽ BJPക്ക് 69% വോട്ട് കിട്ടി. 69% വോട്ട് കിട്ടി. എന്നാൽ കോൺഗ്രസിന് 27-28% വോട്ടാണ് കിട്ടിയത്. ബാക്കിയുള്ളത് നോട്ടയൊക്കെ ആയിപ്പോയി. എന്നിട്ട് പക്ഷേ അടുത്ത തവണ അസംബ്ലി തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആ സംസ്ഥാനം കോൺഗ്രസിന് 1% വോട്ടിൽ ജയിക്കാനും പറ്റി. അദ്ദേഹം പറഞ്ഞത് ഹെൻറി ഓസ്നോട്ടുള്ള മറുപടി ആയിട്ട് കൂടിയാണ്. പക്ഷേ യുവരാജ് ഗോകുലിനോട് കൂടെയാണ്. ഈ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ അത് ഓരോ സംസ്ഥാന ഇലക്ഷന് ഒരു എന്താണ് അതിൻ്റെ ഒരു സയൻസ് വേറെയാണ്, നാഷണൽ ഇലക്ഷൻ്റെ ലോജിക്ക് വേറെയാണ്. അപ്പോൾ സംസ്ഥാന ഇലക്ഷന് അന്ന് BSPയും SPയും കൂടെ 2017 ഒരു സഖ്യം ഉണ്ടാക്കിയിരുന്നെങ്കിൽ 2017 BJP ഒരിക്കലും അവിടെ സർക്കാർ ഉണ്ടാക്കിയില്ലായിരുന്നു. അന്ന് യോഗി ആദിത്യനാഥിന്റെ പേരിലൊന്നുമല്ല സർക്കാർ ഉണ്ടായത്. യോഗി ആദിത്യനാഥിനെ പിന്നീട് കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയാക്കിയതാണ് അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെ ഒക്കെ എതിർപ്പിനെ വകവയ്ക്കാതെ തന്നെ RSSന്റെ താല്പര്യത്തിൽ. അപ്പോൾ ഈ 2017 അന്നത്തെ ലോജിക്കിന്റെ, ആ ഇലക്ഷന്റെ ലോജിക്കിനനുസരിച്ച് അന്ന് BSP SP ആയിട്ട് അവിടെ സഖ്യം ഉണ്ടാക്കിയിരുന്നെങ്കിൽ അവർക്കത് അവിടെ വിജയിക്കാമായിരുന്നു. എന്നാൽ ഒരു ദേശീയ ഇലക്ഷൻ BSP SP ആയിട്ടല്ല സഖ്യം ഉണ്ടാകേണ്ടത്. ഒരു നാഷണൽ പാർട്ടി നോക്കിയിട്ട് ഞങ്ങൾ മുന്നണി എന്ന രീതിയിൽ ശക്തരായി ആ 2 വോട്ടുകളും കൂട്ടിയാൽ എന്ന് ആർക്കും അവകാശപ്പെടാൻ പറ്റില്ല. കാരണം രാഷ്ട്രീയ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണല്ലോ. അഡ്വക്കേറ്റ് BN ഹസ്കർ ഇവിടെ ലീഗ് എന്നുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി, ലീഗ് ഇപ്പോൾ UDFൽ 3ാം സീറ്റിന് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതല്ലെങ്കിൽ ഒരു രാജ്യസഭാ സീറ്റ് കിട്ടിയാൽ അവർ തൃപ്തരാകും. നേരത്തെ ആനന്ദ് ഇവിടെ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചില്ല എങ്കിൽ അവിടെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തുവാനായിട്ട് കോൺഗ്രസിന് കഴിയും. നിങ്ങൾ ഉന്നയിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ, ന്യൂനപക്ഷങ്ങളെ അവഗണിച്ചു. കോൺഗ്രസ് സ്ഥാനാർത്ഥി ലിസ്റ്റ് എടുത്ത് നോക്കുക, അതിനകത്ത് ഒരു മുസ്ലിം കാൻഡിഡേറ്റ് പോലും ഇല്ല എന്ന്.
അതൊഴിവാക്കുവാനും ഇവിടെ കഴിയും. അതൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നിരീക്ഷണമാണ് ശ്രീ ഹസ്കർ. അല്ല, ഇതില് മഞ്ജുഷ്, വയനാട് ഒരു മുസ്ലിം ഭൂരിപക്ഷ അല്ലെങ്കിൽ ഒരു മണ്ഡലം എന്ന നിലയിൽ സ്വാഭാവികമായും നേരത്തെയൊക്കെ തന്നെ വയനാടിന്റെ പ്രതിനിധികളായി മുസ്ലിം സ്ഥാനാർത്ഥികളൊക്കെ തന്നെയാണ് മത്സരിച്ചിട്ടുള്ളത്. ആനി രാജ എന്ന് പറയുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയമായിട്ടുള്ള വനിതാ പ്രാതിനിധ്യം ഉറപ്പിക്കുന്ന, ഇന്ത്യയുടെയും കേരളത്തിന്റെയും രാഷ്ട്രീയത്തെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ഒരു നേതാവ് എന്ന നിലയിൽ ആനി രാജയുടെ വരവ് വയനാടിന്റെ മണ്ണിനെ ഉടുതുമറിയിക്കാൻ കഴിയും. അവരുടെ ഒരു വർക്കിംഗ് ക്ലാസ് കൾച്ചർ സ്വാഭാവികമായും വയനാട് പോലുള്ള പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്ന ഒരു മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷകൾ നൽകാനും അവരെ കൈപിടിക്കുന്ന തരത്തിലേക്ക് വയനാട് മണ്ഡലം മാറും എന്ന ശുഭാപ്തി വിശ്വാസമാണ് ഇക്കാര്യത്തിൽ എനിക്ക് തോന്നുന്നത്. കാരണം രാഹുൽ ഗാന്ധി അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥിയാണ് വയനാട് UDF-ന്റേത് കോൺഗ്രസിന്റേതായി വരുന്നതെങ്കിൽ അവിടെ കളം മാറും എന്നു തന്നെയാണ് ഞാൻ കരുതുന്നത്. ആനി രാജയെ അങ്ങനെ നമുക്ക് നിസ്സാരവൽക്കരിച്ചു കാണാൻ കഴിയില്ല. ആനി രാജയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുടെ നിലപാടുകൾക്ക് വേണ്ടി എന്നും ശബ്ദിച്ചിട്ടുള്ള നേതാവ് എന്ന നിലയിൽ ഒരുപക്ഷെ വയനാടിലെ തൊഴിലാളികൾ, ആദിവാസി മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, ഈ ആനി രാജയെ ഇറക്കുന്നത് രാഹുൽ ഗാന്ധിയെ നേരിടാൻ, അതുകൊണ്ടൊരു ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവ് വേണം എന്നതുകൊണ്ടാണ് എന്ന രീതിയിൽ ആദ്യഘട്ടത്തിൽ പ്രചാരണം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറുകയാണ്. തിരശ്ശീലയ്ക്ക് പിന്നിൽ മറ്റ് ചർച്ചകൾ നടന്നിട്ടുണ്ടാവാം. അവിടെ ഈ ഇന്ത്യ മുന്നണിയിലെ ഒരു ധാരണ, അതെന്തായാലും കേരളത്തിൽ പറ്റില്ലല്ലോ പരസ്യമായി അങ്ങനെ ഒരു സംസാരം. അതുകൊണ്ട് ദേശീയ തലത്തിൽ ഒരു ധാരണയായിട്ടുണ്ട്. അതായത് വലിയ നേതാക്കൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടാൻ പാടില്ല എന്നൊരു കാര്യം കൂടി. അതുകൊണ്ട് ആനി രാജ വരുന്നത് രാഹുൽ ഗാന്ധി ഒഴിവാകും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിലോ അല്ലെങ്കിൽ ആ ഒരു ധാരണയിലോ തന്നെയാണ്. ఖండిക്കാൻ കഴിയുമോ ഈ വാദത്തെ? അല്ല, നിശ്ചയമായി അങ്ങനെ നമുക്ക് കരുതാനാവില്ല. കാരണം അങ്ങനെ ഒരു ധാരണ ഇക്കാര്യത്തിൽ ഉണ്ട് എന്ന് തോന്നുന്നില്ല. കാര്യം CPI-യുടെ സംസ്ഥാന കൗൺസിൽ കൂടി പേര് നിർദ്ദേശിക്കുകയും അങ്ങനെയാണ് ഈ ഒരു പേരിലേക്ക് ആനി രാജയിലേക്ക് എത്തുന്നത്. ആനി രാജയെ പോലൊരു നേതാവ് സ്വാഭാവികമായും വയനാട്ടിലേക്ക് വരുമ്പോ അവിടെ അതിന്റെ വ്യത്യാസങ്ങളാവും. അതിപ്പോ ശ്രീ രാഹുൽ ഗാന്ധിയാണ് എതിർ സ്ഥാനാർത്ഥി എന്നിരുന്നാൽ പോലും ഒരുപക്ഷെ ഒരു കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരു വളരെ എളുപ്പത്തിൽ UDF-ന് കടന്നു പോകാനാവുമോ എന്ന സംശയമുണ്ട്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച 2014-ലെയും 2019-ലെയും ശ്രീ MI ഷാനവാസിന് ലഭിച്ച ഭൂരിപക്ഷവും അതിനുശേഷം ശ്രീ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ച ഭൂരിപക്ഷവും തമ്മിൽ താരതമ്യം ചെയ്യപ്പെടുമ്പോൾ തന്നെയാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാനുള്ള ഒരു സാധ്യത കൂടി നാം കാണുന്നു. അപ്പോ അത് അത്ര എളുപ്പമല്ല. ഇനിയിപ്പോ ഒരു മുസ്ലിം നാമധാരിയായിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവ് വയനാട്ടിൽ മത്സരിച്ചാൽ പോലും അങ്ങനെ എളുപ്പത്തിൽ ആനി രാജയ്ക്ക് മുന്നിൽ കടന്നു പോകാനാവുമോ എന്ന് എനിക്ക് സംശയമുണ്ട്, സന്ദേഹമുണ്ട് കാര്യത്തിൽ. കാരണം ആനി രാജയെ നാം കാണുന്നത് പോലെ ഇന്ത്യ ഒട്ടാകെ തിളങ്ങി നിൽക്കുന്ന ഒരു മുഖമെന്ന നിലയിൽ വയനാട്ടിലെ ജനങ്ങൾക്ക് അവരോട് ഏറ്റവും എളുപ്പത്തിൽ അവരുമായി താതാത്മ്യം പ്രാപിക്കാനാകും എന്നു തന്നെയാണ് ഞാൻ കരുതുന്നത്. കാര്യം വളരെ വേഗത്തിൽ ആഴത്തിൽ ആളുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന അപൂർവം വ്യക്തിത്വത്തിനുടമയാണ് ആനി രാജ. ഒരുപക്ഷെ ശ്രീ മഞ്ജുഷിനൊക്കെ തന്നെ നേരിട്ട് അനുഭവവേദ്യമായിട്ടുണ്ടാവാം. ഒരിക്കൽ പരിചയപ്പെടുന്നവരോട് അവരോട് വല്ലാത്ത ആകർഷണീയത തോന്നുന്ന തരത്തിലുള്ള സ്വഭാവ മഹിമയുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ് ആനി രാജ. അപ്പൊ അത് ടാപ്പ് ചെയ്യപ്പെടും, നിശ്ചയമായും അത് ഇടതുപക്ഷത്തിന് അനുകൂലമായി മാറും എന്ന് തന്നെയാണ് ഞാൻ വയനാട്ടിൽ. നമ്മൾ ഈ സംസാരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലേക്ക് വരുന്നതിന്റെ തൊട്ട് തലേ ദിവസമാണ്. മോദിയുടെ ഒരു തെക്കൻ ദൗത്യം അത് ഇത്തവണ ഏറെ ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ്. കേരളത്തിൽ തന്നെ ഇപ്പോൾ ഈ വർഷം എത്രാമത്തെ തവണയാണ് പ്രധാനമന്ത്രി വരുന്നത്? അതും വലിയ വലിയ സന്ദർശനങ്ങൾ, റോഡ് ഷോ ഉൾപ്പെടെ നടത്തിക്കൊണ്ടായിരുന്നു കഴിഞ്ഞ കൊച്ചിയിലും തൃശ്ശൂരുമൊക്കെ നമ്മൾ കണ്ടത്. നാളെ തലസ്ഥാനത്ത് വരുമ്പോൾ അത് ചില അപ്രതീക്ഷിതമായ പ്രഖ്യാപനങ്ങൾക്ക് പോലും ഇടയാകുമെന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. തിരുവനന്തപുരം എന്നുള്ള ഒരു A ക്ലാസ് മണ്ഡലമുണ്ട്. വയനാടൊന്നും BJP-യെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ല, കണക്കാക്കുന്ന മണ്ഡലമേ അല്ല. പക്ഷേ അവിടെ തിരുവനന്തപുരമുണ്ട്, തൃശ്ശൂർ മണ്ഡലമുണ്ട്. ഇവിടെയൊക്കെ ചില മാജിക്കുകൾ കാണിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ്. അതാണല്ലോ പ്രധാനമന്ത്രിയുടെ തുടർച്ചയായിട്ടുള്ള ഈ വരവ് സൂചിപ്പിക്കുന്നത്, അഡ്വക്കേറ്റ് BN ഹസ്കർ. അപ്പോൾ സാഹചര്യം ഈ 2019-ൽ രാഹുൽ വന്നപ്പോൾ, വയനാട്ടിൽ വന്നപ്പോൾ മൊത്തത്തിൽ മാറിയതുപോലെ അത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ ഇത്തവണ? അല്ല, മഞ്ജുഷ്, തിരുവനന്തപുരം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം 3,16,142 വോട്ടുകളാണ്
കഴിഞ്ഞ പ്രാവശ്യം BJPക്ക് ലഭിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വോട്ടുകൾ ലഭിച്ച ഒരു A ക്ലാസ് മണ്ഡലം എന്ന് BJP കരുതുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം. പക്ഷെ അവിടുത്തെ ചിത്രം മാറിക്കൊണ്ടിരിക്കുന്നു. പന്ന്യൻ രവീന്ദ്രനെ തിരുവനന്തപുരം നഗരത്തിന് അടുത്തറിയുന്നത് പോലെ മറ്റൊരാളുകളിലെ CPI നേതാവിനെ അറിയാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാര്യം രവിയേട്ട എന്ന വിളിയോടുകൂടി ഏതൊരു മനുഷ്യനും ഓടിയെത്താൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് പന്ന്യൻ രവീന്ദ്രൻ. അപ്പൊ പന്ന്യൻ രവീന്ദ്രനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി. അപ്പോ അത് അത്ര എളുപ്പമാകും എന്ന് കരുതാനാവില്ല. കാരണം തിരുവനന്തപുരവും ആറ്റിങ്ങില് 2,48,081 വോട്ടുകളാണ് BJP കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ചിട്ടുള്ളത്. ഒരു BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശ്രദ്ധേയമായ പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയും തിരുവനന്തപുരത്തും അതുപോലെ തന്നെ ആറ്റിങ്ങിൽ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പക്ഷെ അത് അക്കൗണ്ട് തുറക്കുക അല്ലെങ്കിൽ താമര വിരിയുന്നതിനാവശ്യമായിട്ടുള്ള ശക്തി ഒരുപക്ഷെ സാക്ഷാൽ ശ്രീ നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് മത്സരിക്കാൻ ഉണ്ടാകുമെന്ന് കരുതാനാവില്ല. കാരണം തിരുവനന്തപുരം മണ്ഡലത്തിൽ 23% ന്യൂനപക്ഷങ്ങളുണ്ട്. അതിൽ 9% മുസ്ലിങ്ങളും 14% വരുന്ന 14% വരുന്ന ക്രിസ്ത്യൻ സമൂഹവും ലത്തീൻ സമൂഹവും ഉള്ള ഒരു മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം മണ്ഡലം. അപ്പൊ സ്വാഭാവികമായും അതിനെ ടാപ്പ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ഒരു തരത്തിലുള്ള പ്രചോദനവും നൽകുന്നത് കഴിഞ്ഞില്ല. കാരണം നമുക്ക് ശരി, അതിന് മറുപടി പറയേണ്ടത് ശ്രീ യുവരാജ് ഗോകുലാണ്. ശ്രീ യുവരാജ് ഗോകുൽ, നാളെ പ്രധാനമന്ത്രി വീണ്ടും കേരളത്തിലേക്ക് വരികയാണല്ലോ, അതും തലസ്ഥാനത്ത്. അല്ല, ശ്രീ ഹസ്കർ അവരുടെ ആത്മവിശ്വാസത്തെ ഞാൻ കുറച്ച് കാണുന്നൊന്നുമില്ല. മാത്രമല്ല പന്ന്യൻ രവീന്ദ്രൻ എന്ന് പറയുന്ന ആള് തിരുവനന്തപുരത്തിനെ സംബന്ധിച്ചിടത്തോളം അപരിചിതനായ ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ആയിരിക്കും അദ്ദേഹത്തിന് മുമ്പ് ഒരു തവണ ഇവിടെ MP ആയിരുന്ന ആള് തന്നെയാണ്. പക്ഷേ രാഷ്ട്രീയ സാഹചര്യങ്ങൾ 2005 അല്ലല്ലോ 2024 നിൽക്കുന്ന. ഒരുപാട് വെള്ളം ഒഴുകിപ്പോയില്ല അതിനുശേഷം കരമനയാറ്റിലൂടെ 19 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. 2014 തന്നെ പറയുന്ന ഇടതുമുന്നണി എവിടെയായിരുന്നു? പിക്ചറിലുണ്ടായിരുന്നു? മത്സരത്തിൽ ഇല്ലായിരുന്നു. 2019 പിക്ചറിലില്ലായിരുന്നു ഇടതുമുന്നണി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 2024 എത്തുമ്പോഴും ഇടതുമുന്നണിയെ അങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കുന്ന തലത്തിലേക്കുള്ള ഒരു രാഷ്ട്രീയമായ പരിണാമമൊന്നും ഈ പറയുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിൽ വന്നിട്ടില്ല. ശ്രീ ആനന്ദ് കൊച്ചുകൂടി അദ്ദേഹം നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ്. അദ്ദേഹം തന്നെ പറഞ്ഞത് വളരെ ശരി തന്നെയാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പുകളും കേന്ദ്ര തെരഞ്ഞെടുപ്പുകളും രണ്ടായിട്ട് തന്നെയാണ് നടക്കുന്നത്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചല്ലോ എന്നാണ്, ഡൽഹിയിൽ 56% BJPക്ക് വോട്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കിട്ടുമ്പോൾ 6 മാസം കഴിഞ്ഞ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതേ ഷിഫ്റ്റ് ആം ആദ്മി പാർട്ടിയിലേക്കാണ് പോയിരിക്കുന്നത്. അതുപോലെ 50-60% വോട്ട് ആം ആദ്മി പാർട്ടിയിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പും കേന്ദ്ര തെരഞ്ഞെടുപ്പുകളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു കേന്ദ്ര തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഒരു പക്ഷേ ഒരു പരിധി വരെ ഇപ്പോൾ നേരത്തെ ഹെൻറി ഓസ്റ്റിൻ അദ്ദേഹം ചോദിച്ചതുപോലെ തന്നെ നിങ്ങൾ ജയിച്ചു കഴിഞ്ഞോ, ഇവിടെ തെരഞ്ഞെടുപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നാണ്. ഇത് ജയിച്ചു കഴിഞ്ഞു എന്നുള്ള നിലയിൽ BJP സംസാരിക്കുന്നൊന്നുമില്ല. BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവസാന വോട്ടും പോളാകുന്നത് വരെയും അത്രയും സീരിയസ് ആയിട്ട് തന്നെയാണ് കേന്ദ്ര നേതൃത്വമായിരുന്നാലും സംസ്ഥാന നേതൃത്വമായിരുന്നാലും ശരി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. പക്ഷേ പ്രശാന്ത് കിഷോർ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ വിശാരദന്മാരെല്ലാവരും പറയുന്ന പ്രതിപക്ഷ സഖ്യത്തോട് പറയുന്നത് നിങ്ങൾ 2024 പണി നിർത്തി 2029 പണി തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഉപദേശിക്കുന്നത്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിലാണ് തിരുവനന്തപുരത്തും കേരളത്തിലുമൊക്കെ തിരഞ്ഞെടുപ്പിനെ നമ്മൾ നേരിടാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനെക്കുറിച്ചിട്ട് അവർ വളരെയധികം അവെയറാണ്. ആരാണ് കേന്ദ്രത്തിൽ ഭരിക്കാൻ പോകുന്നത്? BJPയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത് അത്രയേറെ വേരോട്ടമുള്ളൊരു പാർട്ടിയാണ്. 3-4 സീറ്റുകളിലാണ്, 4 നിയമസഭാ മണ്ഡലങ്ങളിലാണ് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP 1-ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത്. 2019 സ്ഥിതി അത്രയധികം വ്യത്യസ്തമൊന്നുമല്ല. ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ തരംഗമൊക്കെ ഉണ്ടായെങ്കിൽ പോലും പറയുന്ന കഴക്കൂട്ടമായിരുന്നാലും ശരി തന്നെയാണ്, വട്ടിയൂർക്കാവായിരുന്നാലും ശരിയാണ്, തിരുവനന്തപുരം സെൻട്രലായിരുന്നാലും ശരി തന്നെയാണ്, വളരെ ചെറിയ വോട്ടുകൾക്കാണ് അന്ന് 2-ാം സ്ഥാനത്തേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായത്. നെയ്യാറ്റിൻകരയും പാറശാലയും കോവളവും ഒക്കെ 2014 അധികം വോട്ട് കിട്ടുന്ന ഒരു സാഹചര്യവും 2019 ഇപ്പോൾ 2024 തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ BJP എന്താണെന്നും BJP ജയിക്കുന്നതാണ് ഈ മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് നല്ലത് എന്ന് അറിയാവുന്ന അഭ്യസ്തവിദ്യരായ വോട്ടേഴ്സ് തന്നെയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിനെ അത്രയ്ക്കധികം സീരിയസ് ആയിട്ട് എടുക്കുന്നൊന്നും വിശ്വസിക്കുന്നില്ല. ഇവിടെ മത്സരം നടക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശശി തരൂർ വേഴ്സസ് BJP എന്നുള്ള നിലയിൽ തന്നെയാണ് നടക്കുന്നത്. ഇടതുപക്ഷം ആ മത്സരത്തിനകത്ത്
അപ്രസക്തമായിട്ട് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയമായ മാറ്റമൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ വരവ് നാളെ സംഭവിക്കുമ്പോൾ തൃശ്ശൂരും തിരുവനന്തപുരവും ഒക്കെ ഒന്നുകൂടി വോട്ടുറപ്പിക്കപ്പെടുകയും അത് വിജയത്തിലേക്കുള്ള ഒരു കൺവേർഷൻ അതിൻ്റെ ഭാഗത്ത് നടക്കുകയും ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരിയാണ്. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നില്ലെങ്കിൽ അത് സംസ്ഥാന കോൺഗ്രസിന് തിരിച്ചടിയാകും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ അത് ആഗ്രഹിക്കുന്നുമില്ല. രാഹുൽ വയനാട്ടിൽ മത്സരിക്കണം എന്ന് തന്നെയല്ലേ ശ്രീ ഹെൻറി ഓസ്റ്റിൻ സംസ്ഥാന കോൺഗ്രസ് നേതാക്കളുടെ താല്പര്യം? അതിലൊരു മാറ്റവും ഇല്ലല്ലോ. രാഹുൽ വന്നില്ലെങ്കിൽ കാര്യങ്ങൾ കുഴപ്പമാകുമെന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് അറിയാം. രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കണമെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതില് വ്യത്യസ്തമായ അഭിപ്രായം കേരളത്തിലെ ഒരു കോൺഗ്രസ്സുകാരനും ഇല്ല. അത് ശരിയാണ്. ഇപ്പൊ എനിക്ക് ഒരു കാര്യം കൂടി ഇവിടെ ചോദിക്കാനുള്ളത്, നമ്മൾ രാഹുൽ ഗാന്ധിയുടെ 2 സീറ്റിലുള്ള മത്സരത്തെ പറ്റിയുള്ള ചർച്ചകളാണ് നടക്കുന്നത്. യു പിയിൽ നമുക്കറിയാം കോൺഗ്രസ് ഭരണത്തിൽ നിന്ന് പോയിട്ട് പതിറ്റാണ്ടുകളായി. നമ്മുടെ അവിടുത്തെ സ്വാധീന മേഖല ചുരുങ്ങി ഒരു ചെറിയ മേഖലയിൽ മാത്രമാണ് കോൺഗ്രസ് സ്വാധീനമുള്ളത്. അപ്പൊ അവിടെ ഒരു പോക്കറ്റ് പവർ എന്ന് പറയാവുന്ന പോലെ കുറച്ച് കോൺസ്റ്റിറ്റ്യുവൻസിൽ മാത്രമാണ് കോൺഗ്രസിന് പ്രസൻസും അല്ലെങ്കിൽ ശക്തിയുള്ളത്. സ്വാഭാവികമായിട്ട് 2 സ്ഥലങ്ങളിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു. ഇപ്പൊ ഉത്തരേന്ത്യയിൽ ഒരു സ്റ്റേറ്റിൽ മത്സരിക്കണമെന്ന അവിടുത്തെ ഒരു പ്രശ്നം കാരണം നമ്മൾ ഉത്തരേന്ത്യയിൽ മത്സരിക്കണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അതോടൊപ്പം സൗത്ത് ഇന്ത്യയിൽ അദ്ദേഹത്തിന് വലിയ പേഴ്സണൽ ഇക്വിറ്റി ഉള്ള സൗത്ത് ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിൽ മത്സരിക്കണമെന്നുള്ള ഒരു താല്പര്യം കൂടി കോൺഗ്രസ്സുകാർക്കുണ്ട്. എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇത്തരത്തില് നമുക്ക് പ്രസൻസ് ഇല്ലാത്ത ശക്തി കുറഞ്ഞിട്ടുള്ള ടഫായിട്ടുള്ള സ്ഥലത്ത് രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിലെ യു പിയിൽ മത്സരിക്കാനായിട്ട് തയ്യാറാകാനായിട്ടാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. എന്തുകൊണ്ട് നരേന്ദ്രമോദിക്ക് ഇതേപോലെ തന്നെ സൗത്ത് ഇന്ത്യയില് BJP വീക്കായിട്ടുള്ള ഏതെങ്കിലും ഒരു സീറ്റിൽ വന്ന് മത്സരിച്ചുകൂടാ? അദ്ദേഹം എന്താ യു പിയിലും അവിടുത്തെ ശക്തിവർഗങ്ങൾ മാത്രം മത്സരിക്കുന്നത്? അദ്ദേഹം കേരളത്തിൽ വരട്ടെ. ഇവിടെ എറണാകുളം പോലൊരു സീറ്റിലോ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഏതെങ്കിലും ഒരു സീറ്റിലോ എന്തുകൊണ്ട് നരേന്ദ്രമോദി ഒന്നും മത്സരിക്കുന്നില്ല? അതെന്തായാലും ചർച്ച ചെയ്യാത്തത്? രാഹുൽ ഗാന്ധിയുടെ സീറ്റിനെ പറ്റി മാത്രമാണ് ചർച്ച. അദ്ദേഹം വയനാട് വന്ന് അദ്ദേഹം മത്സരിക്കട്ടെ. ശരി, ശ്രീ ഹെൻറി ഓസ്റ്റിൻ, അങ്ങയുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നതാണ്. നരേന്ദ്രമോദിജി 2014 മത്സരിച്ച അദ്ദേഹത്തിന്റെ ടർഫായ ഗുജറാത്തിലല്ല, അത് യു പിയിലേക്ക് വരുമ്പോഴും സിറ്റിംഗ് സീറ്റ് ആ സമയത്ത് എനിക്കൊന്ന് SP യുടെ സിറ്റിംഗ് സീറ്റ് ആയിരുന്നു എന്ന് തോന്നുന്നു. വാരണാസി SP യുടെ സിറ്റിംഗ് സീറ്റിലാണ് അദ്ദേഹം പോയി മത്സരിച്ചത്. അല്ലാണ്ട് BJP യുടെ ഒരു ടർഫിനകത്തോ അല്ലെങ്കിൽ ഒരു വാക്ക് ഓവർ സീറ്റിലോ അല്ല അദ്ദേഹം മത്സരിച്ചത്. അദ്ദേഹം പോയത് വാരണാസിയിലേക്കാണ്. 2009 BJP തോറ്റ സീറ്റാണ്, 2004 BJP തോറ്റ സീറ്റാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് നരേന്ദ്രമോദിജി വന്ന് മത്സരിച്ചത്. അതുകൊണ്ട് അദ്ദേഹം സേഫ് സീറ്റ് അന്വേഷിച്ച് നടക്കുന്ന ഒരാളല്ല. ഹെൻറി ഓസ്റ്റിൻ പറയുന്നത് കേൾക്കുന്നില്ല. അല്ല, സേഫ് സീറ്റ് അന്വേഷിച്ച് നടന്നയാളല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന്. BJP തോറ്റിട്ടുള്ള സീറ്റാണ് വാരണാസി. നടക്കണ്ടല്ലോ. അദ്ദേഹത്തിന് ദുർബലമായിട്ടുള്ള BJPക്ക് ദുർബലമായിട്ടുള്ള ഏതെങ്കിലും മണ്ഡലത്തിൽ മത്സരിച്ചൂടെ? അത് തന്നെയാണ് ഹെൻറി ഓസ്റ്റിൻ ഞാൻ പറഞ്ഞത്. BJPയുടെ സിറ്റിംഗ് സീറ്റിലല്ല നരേന്ദ്രമോദി മത്സരിച്ചത്. സൗത്ത് ഇന്ത്യയിൽ BJP വീക്കായിട്ടുള്ള ഒത്തിരി സ്റ്റേറ്റ്സ് ഉണ്ടല്ലോ. തമിഴ്നാട്ടിൽ വന്ന് മത്സരിക്കാൻ പാടില്ലേ? അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഏതെങ്കിലും ന്യൂനപക്ഷ ഭൂരിപക്ഷമുള്ള സീറ്റിൽ എന്തുകൊണ്ട് അദ്ദേഹം മത്സരിക്കുന്നില്ല? അദ്ദേഹത്തിന് മത്സരിക്കാൻ ഭയമൊന്നുമില്ല. പാർട്ടി തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം എവിടെയും മത്സരിക്കും. അദ്ദേഹം മത്സരിക്കാൻ തയ്യാറാണോ ഞങ്ങൾ പറയുന്നത്? അത് നിങ്ങളല്ലല്ലോ തീരുമാനിക്കേണ്ടത്, BJP അല്ലേ തീരുമാനിക്കേണ്ടത് അദ്ദേഹം എവിടെയാണ് മത്സരിക്കേണ്ടത്. ഉത്തരേന്ത്യയിലെ യു പിയിലെ കോൺഗ്രസ് ഭരണത്തിലായിട്ട് എത്ര വർഷങ്ങളായി? അവിടെ ഞങ്ങൾക്ക് സ്വാധീനമുള്ള ഒരു സീറ്റില് അദ്ദേഹം മത്സരിക്കാൻ തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ കറേജ് ആണെന്നേ. ഏതാ സേഫ് സീറ്റിൽ പോയി റായ്ബറേലിയിൽ പോയി മത്സരിക്കുന്നതോ? അതാണോ പൊളിറ്റിക്കൽ കറേജ്? ആണല്ലോ. അതാണോ റായ്ബറേലി ആരുടെ സിറ്റിംഗ് സീറ്റാ? അല്ല, റായ്ബറേലി ആരുടെ സിറ്റിംഗ് സീറ്റാ ഹെൻറി? ഒരു സ്ഥലത്ത് മാത്രമായിട്ട് മത്സരം. റായ്ബറേലി ആരുടെ സിറ്റിംഗ് സീറ്റാ? കോൺഗ്രസിന്റെ തന്നെ സിറ്റിംഗ് സീറ്റ് അല്ലേ? കഴിഞ്ഞ തവണ കോൺഗ്രസ് വാഷ് ഔട്ട് ആവുന്ന സമയത്തും ജയിച്ച ഒരേ ഒരു സീറ്റല്ലേ യു പിയില്? അപ്പൊ അവിടെ തന്നെ പോകുന്നതിനകത്ത് എന്ത് കറേജാണ് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹം തിരിച്ച് അമേഠിയിലാണ് മത്സരിക്കുന്നതെങ്കിൽ ഓക്കെ, ഈ പറയുന്ന പോലെ പൊളിറ്റിക്കൽ കറേജ് എന്ന് പറയുന്നതിനകത്ത് എന്തെങ്കിലും അർത്ഥമുണ്ട്. അദ്ദേഹം എവിടെ മത്സരിക്കും എന്നുള്ള കാര്യം അടുത്ത തന്നെ തീരുമാനമാകും. അല്ല, ആവട്ടെ. അപ്പൊ നിങ്ങൾ നരേന്ദ്രമോദിജി എവിടെ മത്സരിക്കണമെന്ന് കോൺഗ്രസ് അല്ലല്ലോ തീരുമാനിക്കേണ്ടത്, BJP തീരുമാനിക്കുക അദ്ദേഹം എവിടെയാ മത്സരിക്കേണ്ടത്. അതന്നെ ഞങ്ങൾക്കും പറയാനുള്ളത്. BJP അല്ലല്ലോ തീരുമാനിക്കേണ്ടത്, രാഹുൽ ഗാന്ധി ഞങ്ങൾ തീരുമാനിക്കാൻ വന്നില്ലാന്നേ. അതല്ലേ ഞാൻ തുടക്കത്തിലേ പറഞ്ഞത് നിങ്ങളോട്. രാഹുൽ ഗാന്ധി എവിടെ മത്സരിച്ചാലും അത് BJPയുടെ വിഷയം അല്ല എന്നല്ലേ ഞാൻ തുടക്കത്തിലെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. ഞങ്ങൾ വെല്ലുവിളിച്ചില്ലല്ലോ നിങ്ങൾ അവിടെ വരും ഇവിടെ വരും എന്നൊന്നും ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. ചർച്ച വേണ്ടി വരുന്നത് നിങ്ങളൊരു തീരുമാനം എടുക്കാത്തതുകൊണ്ടാണ്. മാത്രമേ ഞങ്ങളുടെ വിഷയമുള്ളൂ. ഈ ചർച്ച വേണ്ടി വരുന്നത് നിങ്ങളൊരു തീരുമാനം എടുക്കാത്തതുകൊണ്ടാണ്. കഴിഞ്ഞ തവണയും തീരുമാനം എടുക്കാൻ ഏറെ വൈകിയല്ലോ. എല്ലാ സ്ഥാനാർത്ഥികളും വന്ന് അണിനിരുന്നതിന് ശേഷമാണല്ലോ രാഹുൽ ഗാന്ധി പൊടുന്നനെ വയനാട്ടിലേക്ക് വന്നത്.
അതുപോലെ തന്നെ ഇത്തവണയും കാര്യങ്ങളുണ്ടല്ലോ, അല്ല, കാര്യങ്ങൾ പുറത്തു വരാതിരിക്കുമ്പോൾ കാരണങ്ങളുണ്ടല്ലോ. ഒരു മുന്നണിയായിട്ട് ഇന്ത്യ മുന്നണി എന്ന നിലയിൽ നമ്മളെ ദേശീയ തലത്തിലെ മത്സരത്തിന് ഒരുങ്ങുമ്പോൾ പ്രാദേശികമായിട്ടുള്ള ഒരുപാട് സീറ്റ് അഡ്ജസ്റ്റ്മെന്റുകൾ നടന്ന് അതിനെപ്പറ്റി തീരുമാനങ്ങൾ വ്യക്തമായ ശേഷമാണല്ലോ ഒരു ഫൈനൽ തീരുമാനത്തിലേക്ക് എത്തുന്നത്. അപ്പൊ അതിന്റെ ഇപ്പൊ എസ് പിയുമായിട്ടൊരു ധാരണ ഈ അടുത്ത ദിവസങ്ങളിലല്ലേ ഫൈനലൈസ് ചെയ്തത്. അവിടെ 17 സീറ്റിൽ മത്സരിക്കാനായിട്ട് ഇപ്പൊ ധാരണയായിട്ടുണ്ട്. അത് എന്നാ തീരുമാനമായത്? ഈ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പല്ലേ അതിന് തീരുമാനമായത്. അപ്പൊ ഏതൊക്കെ സീറ്റ് മത്സരിക്കണം, ഏതൊക്കെ സംസ്ഥാനങ്ങൾ ഏതൊക്കെ പാക്കേജുകളാണ് മത്സരിക്കുന്ന കാര്യത്തെപ്പറ്റി ഇന്ത്യ മുന്നണിയുടെ അകത്ത് ചർച്ചകൾ നടക്കുന്നു, അതിന്റെ തീരുമാനങ്ങളിലേക്ക് എത്തുന്നു. അത് എത്തിക്കഴിഞ്ഞിട്ടല്ലേ അതിനുള്ള ഫൈനൽ തീരുമാനമാകുകയുള്ളൂ. ഒരു ധൃതി പിടിച്ച് സ്ഥാനാർത്ഥി നിർണയം നടത്തി അതിലോട്ട് ഇറങ്ങേണ്ട ഒരു ആവശ്യകതയില്ല. ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് അന്നും കേരളത്തിലെ LDF സ്ഥാനാർത്ഥികൾ എല്ലാവരും നേരത്തെ പ്രഖ്യാപിച്ചു. കോൺഗ്രസ് പ്രഖ്യാപിക്കുന്നത് എത്രയോ മുമ്പ് LDFന്റെ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപനം നടത്തി. അതായത് റിസൾട്ട് വേറെ വ്യത്യസ്തമായിരുന്നില്ലേ. അപ്പൊ അതുകൊണ്ട് നേരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതുകൊണ്ട് കാര്യമില്ല. നമ്മൾ എല്ലാ കാര്യങ്ങളും ആലോചിച്ച് നമ്മുടെ സ്ട്രാറ്റജി വർക്ക്ഔട്ട് ചെയ്തിട്ടായിരിക്കും ഒരു സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തുന്നത്. നന്ദി ശ്രീ യുവരാജ് ഗോകുൽ, ശ്രീ ആനന്ദ് കൊച്ചുകുടി, അഡ്വക്കേറ്റ് BN ഹസ്കർ. ഇന്നത്തെ പ്രൈം ഡിബേറ്റിലെ ചോദ്യം ഇതായിരുന്നു: വയനാടിനെ ഉപേക്ഷിച്ചാൽ രാഹുൽ ഗാന്ധി പാർലമെന്റ് കാണുമോ? പാർലമെന്റ് കാണുമെന്ന് 44% പ്രേക്ഷകർ, ഇല്ല എന്ന് 53%, നിഷ്പക്ഷം 3%. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.